എല്ലാ വെള്ളിയാഴ്ചകളിലും ഫ്രീ വെബിനാറിലാണ് നമ്മളുള്ളത്. നുറഹിബിക്കും ജമീഅൻ, ഹൃദ്യമായി വെൽക്കം ചെയ്യുകയാണ്. ലുഗ അറബിയ, ലുഗ ആലമിയ. അറബി ഭാഷ ഒരു ലോകോത്തര ഭാഷയാണ്. ലുഗ അറബിയ, ലുഗ തിജാരിയ. ബിസിനസിന്റെയും സെയിൽസിന്റെയും സമ്പത്തിന്റെയും ഭാഷയാണ്. ലുഗ ഡിപ്ലോമസിയ, ലോകത്തെ വ്യത്യസ്തമായ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് അനിവാര്യമായ ഒരു ഭാഷയാണ്. ഈ ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടുള്ള നേട്ടം ഒരു ചെറിയ നേട്ടമൊന്നുമല്ല. അഥവാ ഇതാൻഡക്കും ലുഗ അമാമക്കും മജാലാത്തിൽ അമാലി വല്ല ഷിഗാൽ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ഭാഷ അറിയുമെങ്കിൽ ലോകത്തെ വ്യത്യസ്തമായ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റികൾ, ബിസിനസ് സാധ്യതകൾ, ജോലി സാധ്യതകൾ, സൗഹൃദ വലയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ലാസിം തഖ്ദുറു തത്കല്ലം ലുഗ അറബിയ ബിതലാഖ. അത് ഫ്ലുവൻലി അറബി സംസാരിക്കാൻ അറിയണം. ഒരു തരം മുറി അറബി ഉണ്ട്. ആന കലാം ശ്രദ്ധിക്കുന്ന ഗിർഗ മാഫിയ എന്ന് പറയുന്ന ഒരു ഒട്ട അറബി. അതുകൊണ്ടാണ് കിട്ടൂല. ആളുകൾക്ക് ബഹുമാനമില്ലാതെ, ആദരവില്ലാതെ, വിനയം കാണിക്കാതെ ജനങ്ങളോട് സംസാരിക്കുന്നവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അതാണ് നമ്മൾക്ക് അറബികളിൽ നിന്ന് കിട്ടുന്ന ഒരു തരം ഒരു ബ്രോക്കൺ അറബി ഉണ്ടല്ല, അതല്ല നമ്മൾ സംസാരിക്കേണ്ടത്. ഓക്കെ, അർജുക്കും يا اخواني واخواتي انتم مستمرين في تعلم اللغه العربيه ومنغمسين فيها. അറബി ഭാഷയിൽ മുങ്ങിക്കുളിക്കുക. ആ ഒരു കൃത്യമായ വളരെ ചെറിയ സമയം കൊണ്ട് പഠിക്കാൻ പറ്റിയ സാധനമാണിത്. ഞാൻ ആമുഖ പറയുന്നേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ക്ലാസ് അതൊന്നുമല്ല. കാരണം 28 അക്ഷരയുടെ അറബി ഭാഷയിൽ മറ്റേ 56 അക്ഷരവും ഈ ചൈനീസ് ഭാഷയ്ക്ക് 2000 അക്ഷരമുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ശബ്ദങ്ങളാണ്. മലയാള ഭാഷയുടെ ശബ്ദങ്ങളെ അക്ഷരങ്ങളിലേക്ക് കൊണ്ടുവരുന്നപ്പോൾ ആർക്കും അനുകരിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ് അതൊക്കെ. എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അതൊന്നുമില്ലാത്ത വളരെ നൈസായ ഒരു പ്രൊണൗൺസിയേഷനുകളാണ്, നൈസായ ഉച്ചാരണങ്ങളാണ് അറബി ഭാഷക്കുള്ളത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ വിഷയത്തിൽ കിടക്കാം. ഇന്ന് സിമ്പിളായ കുറച്ച് മാറ്ററാണ്. കുറച്ചൊക്കെ അറബിയിൽ ചെറിയൊരു ധാരണ ഉള്ളവർക്ക് സൂപ്പറായിട്ട് കത്തുന്ന 5 സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ PPT ഒന്നും വിശദമായി നോക്കണമെന്നല്ല, കുറച്ച് നോക്കിയിട്ട് ബാക്കി ഒരു വിശദീകരിച്ച ക്ലാസ്സും നിങ്ങൾക്കൊരു പരിശീലനം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തമാം. കേഫ് സൗത്ത് യഹ്വാനെ ഒന്ന് പറയാമോ? സൗത്ത്, ഇംഗ്ലീഷിലെ സൗത്തും സൗണ്ടും അറബിയിലെ സൗത്ത് നോക്കിയാണ്. എല്ലാ ഭാഷകളും പരസ്പര ബന്ധമുണ്ടെന്നാണ്. സൗത്ത് കേഫ് കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഒന്ന് ആക്ഷൻ തരുമോ? മുംതാസ് മുംതാസ് യാ ഹബീബി മുംതാസ് 21 ثلاثة 21 ثلاثة. اوكي اوكي മുംതാസ് മുംതാസ് തമാം ബസിക്കുള്ള ഖൈർ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു ജീവിതത്തെയാണ് നാം നേടുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അറബികളാണ് നിങ്ങളുടെ കസ്റ്റമറോ സൗഹൃദമെങ്കിൽ, നിങ്ങൾ ജീവിക്കുന്നത് ഈ ഭാഷയോടൊപ്പം ജീവിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തന്നെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കിടക്കാം. പോട്ടെ, നമ്മൾ തുടങ്ങട്ടെ. നബ്ദ ബിഇദ്നില്ല. നബ്ദ നബ്ദ ബദ എന്നാൽ തുടങ്ങി എന്നാണ്. തുടങ്ങുന്ന ഇബ്ദ. ഈ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത, നമ്മൾ മലയാളത്തിൽ പറയുന്ന പലതും നമുക്ക് തന്നെ മനസ്സിലാവല്ലോ. ഒരാളിപ്പോ ഞാൻ എന്തല്ലേ നമ്മളൊക്കെ ഞാൻ എന്ത് കേൾക്കുമ്പോൾ ടെൻസ് നോക്കും, അത് പ്രസന്റ് ടെൻസ് ആണോ, പ്രസന്റ് കണ്ടിന്യൂ ആണോ, പാസ്റ്റ് ആണോ. അതാ പോണ് പറഞ്ഞു, അതിപ്പോ ഏത് ടെൻസ് ആണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞു എന്താണ് ഇതാ പോണ്, മലയാളാണിത്. ഒരാൾ പറഞ്ഞു മുമ്പൊക്കെ വേണ്ടായിരുന്നു, അതേതാ സംഗതി, അതേത് മലയാളം എഴുതാൻ പറ്റുമോ? ഇതൊക്കെ നമ്മുടെ കൊച്ചു മലയാള ഭാഷയ്ക്കുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഒരു ലോകോത്തര ഭാഷയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ ഇത്ര വലുതായിരിക്കും? ചെറുതല്ലല്ലോ അത്. ഓക്കെ, നമ്മളിങ്ങനെ തുടങ്ങിയാലോ? യല്ലാ നബ്ദ. അപ്പൊ ബദ തുടങ്ങി, ഇബ്ദ തുടങ്ങി, യല്ലാ നബ്ദ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ടെൻസിലൂടെ ഭാഷ പഠിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഒരു കൃത്യമായ ശൈലിയേ അല്ല. പതുക്കെ പതുക്കെ ഒരു വാക്കിൽ നിന്ന് അടുത്ത വാക്കിലേക്ക്, അതിൽ നിന്ന് തൊട്ടടുത്ത പദങ്ങളിലേക്ക്, അറിഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയതിൽ നിന്ന് ആശയങ്ങൾ ഉണ്ടാക്കി, അങ്ങനെയാണ് എക്സ്പാൻഷൻ ചെയ്താണ് ഭാഷ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഇന്നത്തെ ഒരല്പമെങ്കിലും ഒരു ഭാഷ അറിയുന്നവർക്ക് സൂപ്പറായിട്ട് മനസ്സിലാകുന്ന ഒരു ഭാഷാ പഠന രീതിയാണ് എന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഓക്കെ,
ജസാക്കുമുല്ലാഹ് ഖൈർ. ശുക്രൻ ലക്കും യാ ജമാഅ. അല്ലാഹു അർള അലൈക്കും. ഓക്കെ ഷൈഫീൻ. ഷാഫ കണ്ടു. ഷായിഫ് കാണുന്നു. ഷൈഫീൻ നിങ്ങളെല്ലാവരും കാണുന്നു എന്നർത്ഥം. അത് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഷൈഫീൻ ഷൈഫീൻ ഒരു ക്വസ്റ്റ്യൻ മോഡലാക്കിയാൽ മതി. കാണുന്നുണ്ടോ ഷൈഫീൻ? ഷൈഫൂൻ എന്ന് പറയില്ല. അതായത് അതിൻ്റെ അതൊന്ന് പറഞ്ഞുതരാം, ഞാനിതൊന്ന് എഴുതി കാണിച്ചു തരാം. ഈ അറബി ഭാഷന്റെ ഒരു പ്രത്യേകത, പോവാണ്, വരികയാണ്, നിൽക്കുകയാണ്, ചെയ്യാണ്, വരികയാണ് എന്നൊക്കെ പറയില്ലേ, അത് ഇസ്മു ഫായിൽ എന്ന് പറയും. ഇപ്പൊ കുറച്ചൊക്കെ പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ, അല്ലാത്തവരത് മനസ്സിലാക്കി തന്നെ വേണ്ട കേട്ടോ. ഒരു നിയമത്തിലൂടെ ഭാഷ പഠിക്കുക എന്നത് കൃത്യമായ ഒരു റൂട്ടേ അല്ല. കമ്മ്യൂണിക്കേഷൻ പഠിക്കുക എന്നുള്ളത്, കമ്മ്യൂണിക്കേഷൻ പഠിക്കുക എന്നുള്ളത് കേട്ട് ഒന്നും മനസ്സിലാവാതെ അത് അനുകരിച്ച് പറഞ്ഞ് പഠിച്ചിട്ടാണ് അത് ഉണ്ടാവല്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ അറിയാതെയാണ് പഠിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷനാണ് പഠിക്കുന്നത്. ഒരിക്കലും അതൊന്നും എന്താക്കണ്ട, നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പറയണ്ട. അതായത് ചെയ്യുന്നവൻ ചെയ്യാണ്, പോകുന്നവൻ പോവാണ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ശൈലിക്ക് അറബിയിൽ ഇസ്മു ഫായിൽ എന്നാണ് പോഷന്റെ പേര്. ആ ഒരു മേഖലന്റെ ആ ഒരു ഭാഗത്തിന്റെ പേര് ഇസ്മു ഫായിൽ എന്നാണ്. ഓക്കെ, മാലേഷ് മൈ ജിയാദലേഷ് മാതിരിയാണ് മാതിരി ദഗീകബില്ലായ ഇഖ്വാനി. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ പോവുകയാണ്, ഞാൻ വരികയാണ് എന്നൊക്കെ പറയാൻ അറബിയിൽ ഉപയോഗിക്കുന്ന ശൈലി. ഓക്കെ, കണ്ടല്ലോ. അതാണ് ഇപ്പൊ ഉദാഹരണം. ഞാൻ അതാണ് ഷൈഫീൻ എന്ന് പറഞ്ഞത്. ഷാഫ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഷാഫ കണ്ടു എന്നാണ്. അവൻ കണ്ടു എന്നാ ഷാഫയുടെ അർത്ഥം. ഓക്കെ, അപ്പൊ കാണുന്നു, ഞാൻ കാണുന്നു എന്ന് പറയുമ്പോ എന്താ പറയേണ്ടത്? ഷായിഫ് എന്നാണ്. ഷായിഫ്, അന ഷായിഫ്, ഞാൻ കാണുന്നുണ്ട്. ജാ എന്ന് വന്നു എന്നാ. ജാ എന്ന് പറഞ്ഞാൽ എന്താണ്? വന്നു എന്നാ. ഒക്കെ അറിയാലോ. അത് ഞാൻ വരികയാണെങ്കിൽ ജായി, അല്ല യാ ഹബീബി അന ജായി. അത് നിങ്ങൾ എവറേസ്റ്റ് പോയാൽ യായി എന്ന് പറയും. അത് നിങ്ങൾ മസിലെടുത്ത് പോയാൽ ഗെയ് എന്ന് പറയും. അതൊക്കെ പിന്നെ വേറെ പഠിക്കാണ്ട്. ഓക്കെ, അന ഗെയ് അനമുഷ് ഗെയ് അനമുഷ് ഗെയ് ദൽവാത്തി എന്നാണ് ഒരാള്. എന്താ പഠിച്ചോനെ ഇത് പറഞ്ഞു? അനമുഷ് ഗെയ് ദൽവാത്തി എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് വരൂലെന്നതിന്റെ അർത്ഥം. അത് ഞാൻ പറഞ്ഞല്ലേ, നമ്മള് മലപ്പുറത്തൊക്കെ വന്നാൽ ദബം എന്നറിയും, 13 എന്നൊക്കെ പറയും. അതുപോലത്തെ ഒരു വർത്താനാണ് കുട്ടിയാണ്. ഓക്കെ, അപ്പൊ ജാ വന്നു എന്നതിന്റെ വരികയാണ് എന്ന് പറയാൻ ജായി, യാ ഹബീബി അനജായി, അനജായി എന്ന് പറയും. ബസ് ജായി. അപ്പൊ ഇതാണ് ഇസ്മു ഫായില്. അതാണ് ഷായിഫ് എന്ന് പറഞ്ഞത്. ആ ഒരു പോഷൻ നമുക്ക് പിന്നീട് പഠിക്കും. അപ്പൊ ഇതിന്റെ ഒരു കൃത്യമായ പഠനങ്ങൾ, ചെറിയ ഒരു സൂചനകൾ നമ്മൾ മനസ്സിലാക്കിയ ബാക്കി അങ്ങനെ കത്തിക്കോളും. ഓക്കെ, അപ്പൊ ഞാനിന്ന് ഒരു അഞ്ച് സ്റ്റാൻഡുകളാണ്, അതായത് അഞ്ച് ഭാഗങ്ങളാണ് പഠിക്കണേ. ഒന്നിന്റെ കുടിക്കുന്നു എന്നതിൽ നമുക്ക് തുടങ്ങാം. കുടിക്കുന്നു, ഇതിന്റെ വെള്ളമുണ്ട് ഇവിടെ, ജ്യൂസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതൊരു ജ്യൂസാണ്, റെഡിമെയ്ഡ് ജ്യൂസാണ്. ഓക്കെ, അഷ്റബ്, സീറോയിൽ നിന്ന് ജീവിതത്തിൽ ഇന്ന് വരെ അറബി ഭാഷ സംസാരിച്ചിട്ടില്ലാത്ത ഒരാൾ, ഒരു സഹോദരി, എത്രയോ ഹൗസ്മേഡുമാർ നമ്മോടൊപ്പം ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊന്നും പ്രശ്നമാക്കണ്ട, ഇവിടുന്ന് തുടങ്ങിയാലും മതി. ഇനി കുറച്ച് അറിയുന്നവർക്ക് 5 പോർഷൻ പഠിക്കുമ്പോൾ വളരെ സൂപ്പർ ആവും. അപ്പൊ എന്താണ് അഞ്ച് സ്റ്റാൻഡ്? നമ്പർ 1, ഞാൻ കുടിക്കുന്നു. അഷ്റബ്, അഷ്റബ്, അഷ്റബ് എന്നാണ്. അത് പുരുഷൻ പറയുമ്പോഴും സ്ത്രീ പറയുമ്പോഴും ഒന്ന് തന്നെയാണ്. ഹിന്ദിക്കാർ പറഞ്ഞാൽ, ഹിന്ദിക്കാർ മേ അഭി പീ രഹീഹും ആണുങ്ങൾ പെണ്ണുങ്ങൾ പറയണം, മേ അഭി പീ രഹാഹും എന്ന് പുരുഷന്മാർ പറയണം. ആ വ്യത്യാസം അറബിയിലില്ല. അത് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് ആണും പെണ്ണും സമാണ്. മലയാളം പോലെയാണ്. മലയാളം എങ്ങനെയല്ലുള്ളത്? ഞാൻ ചായ കുടിക്കുന്നു, അതിനെയല്ല സ്ത്രീയും പറയാം. ഹിന്ദിയിലെ മാറ്റം, ഓരോ ഭാഷക്കും ഓരോ റൂട്ടുണ്ട്. ഓരോ ഭാഷയ്ക്കും ഓരോ റൂട്ടുണ്ട്. എല്ലാം കമ്പയർ ചെയ്തിട്ട് കാര്യമല്ല. ഈയിടെ ഒരാളിപ്പോ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഒരു ഹിന്ദി പ്രൊഫസർ, അതല്ല ഇംഗ്ലീഷിന്റെ പ്രൊഫസർ അറബി പഠിക്കാൻ വന്നു. അപ്പോൾ നമ്മളെ ട്രെയിനേഴ്സ് വിട്ടുകയാണ്. അദ്ദേഹം അവരുടെ വോയിസ് ആണ്, ലേഡിയാണ്. പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് കണ്ടിന്യൂ, പ്രസന്റ് പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ്, ഇതൊക്കെ എന്താണ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചർ ഇത് ഇംഗ്ലീഷ് അല്ല, ഇത് അറബിയാണ്. അറബിക്ക് അതിൻ്റെ റൂട്ടുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് ആയിട്ട് കൂട്ടി വെക്കാൻ തന്നെ വേണ്ട. ഇത് നമ്മളെ റൂട്ടിലൂടെ ഇത് കയറൂല. ഈ ഭാഷനൊക്കെ റൂട്ടുണ്ട്, അതിലൂടെ പോയാൽ മതി. ഓക്കെ, എളുപ്പമാണ്. നിങ്ങൾ ഒരിക്കലും കോംപ്ലിക്കേറ്റഡ്. അറബിനെ പോലെ എളുപ്പമുള്ള ഒരു ഭാഷ തന്നെയല്ല. അത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാന്ന് എളുപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
എളുപ്പമുള്ള ഒരു ഭാഷ. എന്നിട്ട് ഒരാൾ പറയാം ആന കലാം സദ് ആന അഷറ സന ആന സൗദിയാൻ ദുബൈ മാഫി മാലും അറബിയിൽ എന്താ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അഷറബ് എന്താണ് പറയാ? അഷറബ് എന്ന് വായിച്ചു നോക്കിയേ. ഞാൻ മംഗ്ലീഷിൽ എഴുതുള്ളൂ കേട്ടോ. അഷറബ് ഞാൻ കുടിക്കുന്നു. കുടിച്ചു എന്നല്ല, കുടിക്കും എന്നല്ല, കുടിക്കുന്നു. അഷ്റബ്, അഷ്റബ്. ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ആ പോയിന്റ് എന്താണ്? ആദ്യം ആ എന്നായിരിക്കൽ നിർബന്ധമാണ്. ഏത് ടെൻസ് ആണെങ്കിലും ആ വേണം. അപ്പൊ ഞാൻ കഴിക്കുന്നു, ആക്കുൽ. ഞാൻ ഇപ്പൊ ബിസ്ക്കറ്റ് കഴിക്കണം, ആക്കുൽ, ആക്കുൽ. അവിടെയും ആയാണ്. അക്കലാണ് കഴിച്ചു എന്നാണ്. ആക്കുൽ, ഇക്കുൽ എന്നാണ്, പക്ഷെ നീട്ടണം ഒന്നിനെ നമുക്ക്, എന്നാലും അത് കറക്റ്റാണ്. ആക്കുൽ ഞാൻ കഴിക്കുന്നു. ഓക്കെ, അടുത്ത പറഞ്ഞ് പറയാം. ഞാൻ പോകുന്നു. പോവുക എന്നുള്ളത് എന്താ പറയാ? റാഹ എന്നാണ്. പോവുക എന്നുള്ളതിന് റാഹ എന്നാണ്. അപ്പൊ ഞാൻ പോകുന്നു. അറൂഹ്, സെയിം സ്റ്റൈല്. അറൂഹ്, ക്ലിയർ? അറൂഹ്. ഞാൻ ഒരു 5 എഴുതുള്ളേ. ഞാൻ കേൾക്കുന്നു, കേൾക്കുന്നു. അസ്മാൻ, അവിടെയും ആ തന്നെയാണ്. അസ്മാൻ, അസ്മാഊ എന്നാണ്, പക്ഷെ അസ്മാൻ പറയുള്ളൂ. മാലിഷ് ആർക്കോ എഴുതുണ്ട് കേട്ടോ. ഇതിലെഴുതല്ലേ നിങ്ങളിൽ എഴുതിയാൽ മതി. ഓക്കെ, അവിടെ നിങ്ങൾ ആക്ക് ചോപ്പാക്കണം. കാരണം എന്താ വെച്ചാൽ അതൊരു പോയിന്റാണ്. എത്രയോ കാലം അറബികളുടെ കൂടെ സംസാരിക്കുമ്പോഴും സദിഖ് അന്ത ഈജി അയവാ കലാമാന ഈജി, എല്ലായിടത്തും തെറ്റുവരുത്തൊരു ഈജി ഉണ്ട്. ആ തെറ്റിനെ കണ്ടുപിടിക്കുവാൻ ഈ ഒരു പോയിന്റ് മാത്രം പഠിച്ചാൽ. അപ്പൊ എന്താ പറഞ്ഞു? അഷ്റബ് ഞാൻ കുടിക്കുന്നു, അക്കുൽ ഞാൻ കഴിക്കുന്നു, അറൂഹ് ഞാൻ പോകുന്നു, അസ്മാൻ ഞാൻ കേൾക്കുന്നു. ഇന്ന് കൂടെ അഗുൽ, അഖൂലു എന്നാണ് പറയാ. അഗുൽ, അഗുല്ലക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ എന്നാ. അഗുല്ലക്ക്, അഗുൽ. അഖൂലു എന്നാണ് നമ്മൾ അഗുൽ എന്ന് പറയാൻ. അഗുൽ, അഖൂലുലക്കാന്നാണ് അതിന് അഗുൽ എന്ന് പറയുള്ളൂ. ഈ നാടൻ തന്നെ ഇജ്ജ് പറയാറില്ല നമ്മുടെ നാട്ടിലൊക്കെ അതേപോലെ പറയടാ എന്ന് പറയും. അതേപോലെ. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊന്ന് ഇതിനൊന്ന് എക്സ്പാൻഷൻ ചെയ്യണം. അത് ഫസ്റ്റ് തന്നെ കേട്ടോ. ആദ്യത്തെ ബേസിക്കലി നോളജ് ആണത്. അഷ്റബ് എന്നാൽ കുടിക്കുന്നു എന്നാണ്. അതിനൊന്ന് എക്സ്പാൻഷൻ ചെയ്യണം. ഒരു വാക്ക് കൂട്ടി കൊടുത്തോളി. ഇതിനെന്താ പേര് പറയാ? ജ്യൂസ് ആണ്. അപ്പൊ അസീർ എന്ന് പറയും. ഓക്കെ, അസീർ എന്ന് ഞാൻ അസീർ, സ്വാദാണ്. സ്വർണം, സ്വർഗം എന്ന അതാണ് അസീറിന്റെ അർത്ഥം. അഷ്റബ് അസീർ. ഓക്കെ ആണോ? അല്ലെങ്കിൽ മോയ, അഷ്റബ് മോയ, അഷ്റബ് മോയ ബാരിദ്. അഷ്റബ് ഞാൻ പറയുന്ന ആർക്കും പറയാൻ കിട്ടും. വേനൊക്കെയാ ഹബീബിൻറ്റോ വേൻ, എവിടെയാ? അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാന് ചായ കുടിക്കുകയാണ്. അപ്പൊ എന്താക്കണം നിങ്ങള്? അഷ്റബ് അസീറിന് പകരം എന്താക്കണം? ഷാഹി എന്നാക്കണം. ഓക്കെ, അവിടെ ഈ ഷാഹി എന്നുള്ളത് ഏത് ചായയാണ്? നാടൻ ചായയാണോ, പാൽ ചായയാണോ? പാൽ ചായയാണെങ്കിൽ ഹലീബ് ചേർക്കണം. അതിനാണ് എക്സ്പാൻഷൻ എന്ന് പേര് പറയാ. അപ്പൊ അഷ്റബ് ഷാഹി ഹലീബ് എവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഫീ എന്നാണ്, ഇൽ എന്നാണ്. ഫീ മത്താൻ അല്ലെ ബൂഫിയ. ബൂഫിയാണ് കോഫി ഷോപ്പിനാണ്. അടുത്ത സെന്റൻസ് ആണല്ലോ ബൂഫിയ. ഇങ്ങനെ നിങ്ങൾ എക്സ്പാൻഷൻ ചെയ്ത് നോക്കി. അഷ്റബ് അസീർ, അസീർ ആണെങ്കിൽ നമുക്ക് വേറെ കൊടുക്കണം. അതായത് അസീർ ഒഴിവാക്കവിടെ, എന്നാലും ഇത് പ്രശ്നം ക്ലിയർ ആവുള്ളൂ. അഷ്റബ് ഷാഹി ഹലീബ് ഫി ബൂഫിയ. എവിടുത്തെ ബൂഫിയന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ? കലിക്കുത്തേക്കോട്ടെ. ഒരാളിനോട് ന്യൂ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലാണ്, ഇവിടെ ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, ഒരാൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പൈസ തരും. പൈസ വേണ്ട. കുറെ അങ്ങനെ പറയാം. ന്യൂ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ്, കാലിക്കൂത്ത്. കാലിക്കൂത്ത് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് എന്ന് പറയരുത്. അപ്പൊ ഈ അഷ്റബിന്റെ കൂടെ നമുക്ക് എത്ര വന്നു? അഷ്റബ് അസീർ, അല്ലെങ്കിൽ അഷ്റബ് അസീർ. ഇവിടെ ഷാഹിയാണ് വന്ന്. അഷ്റബ് ഷാഹി ഫി ബൂഫിയ കാലിക്കൂത്ത്. അപ്പൊ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൽ വെച്ച് ഞാന് ചായ, ദൂത് വാല ചായ, പാൽ ചായ കുടിക്കുകയാണ്. ഇനി നിങ്ങൾ കൂട്ടി കൊടുക്കണം. ഏതാണ്? എൻ്റെ കൂട്ടുകാരന്റെ കൂടെ മഅസദീഖി. അതേപോലെ തന്നെ ഡ്യൂട്ടിക്ക് ശേഷം ബാദദ്ദവാ. ഇങ്ങനെ നിങ്ങൾ എക്സ്പാൻഷൻ ചെയ്ത് കൊടുക്കുക.
ഇനി ഒരു കാര്യം ചെയ്ത് നമുക്കൊന്ന് എന്താക്കാം, ഇത് മൊത്തം അങ്ങോട്ട് കളയാം. ഈ അസീർ ഈ ഷാഹിക്ക് പകരം അസീർ ആക്കാം. ഓക്കെ ആണോ? അസീർ നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടത് അസീർ. ആ ഹലീബിന് പകരം നമ്മൾ എന്താക്കുന്നു, അതിന്റെ പേര് മാറ്റുന്നു, ബുർത്തുക്കാലാക്കി. ഓറഞ്ച് ആണേ, ബുർത്തുക്കാൽ. അപ്പൊ അഷ്റബിന്റെ കൂടെ ആ പേര് കിട്ടിയാൽ മതി, ഫ്രൂട്ട്സിന്റെ പേര് കിട്ടിയാൽ മതി. അഷ്റബ്, അസീർ, ബുർത്തുക്കാൽ. എവിടെ വെച്ച് അപ്പൊ നിന്ന് നാക്കാം. നേരത്തെ ഫിൽ എന്നല്ല, നിന്ന് നാക്കണമെങ്കിൽ മിന്ന് കൊടുത്താൽ മതി. അങ്ങനെ മാറ്റി കൊടുക്കാം. നിന്ന് എവിടെ, പൂഫി അല്ല, അത് ഹോട്ടൽ മത്ത് എന്നാക്കി. ഓക്കെ, മത്ത് ഹോട്ടലിൽ നിന്ന്. ഓക്കെ, അപ്പൊ കാലിക്കറ്റ് റെസ്റ്റോറന്റിൽ നിന്ന് ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയാണ്. മാറിയോ? എന്റെ മാനേജർ കൂടെ എന്നാണെങ്കിൽ മുദീർ. എന്റെ മോന്റെ കൂടെയാണെങ്കിൽ വിത്തിന് എന്നാണ് പറയാം, വലതി. ഇങ്ങനെ ഒരു വാക്കിനെ ആ മലയാളത്തിന്റെ കൂടെ ആ മലയാളത്തിന്റെ വാക്കിൽ വെക്കുക. എപ്പോഴും ഏതൊരു ഭാഷ പഠിക്കാൻ ഏറ്റവും നല്ല സുഖമായതാണ് നമ്മുടെ ഭാഷയിലൂടെ. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷുകാർ പറയും ഇംഗ്ലീഷ് ചിന്തിക്കാൻ, അത് എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് മനസ്സിലാവില്ല. അത് നമ്മളിങ്ങനെ ചിന്തിക്കുന്ന വാക്കുകൾ അറബിയിൽ ചിന്തിക്കുക, അത്രേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ചിന്തിക്കുക, അതേ ഉള്ളൂ. അല്ലാതെ ചിന്തിക്കാൻ വേണ്ട ഭാഷ വേണ്ട. ഭാഷ ഇല്ലാത്ത സാധനമല്ലേ മൈൻഡ് തന്നെ. അപ്പൊ ഇംഗ്ലീഷിൽ ചിന്തിക്കുമ്പോൾ വാക്കുകൾ ചിന്തിച്ചു കൊണ്ടില്ല, അതേപോലെ അറബിയിലെ വാക്കുകൾ ചിന്തിക്കാം. അഷ്റബ്, അസീർ, ബുർത്തുക്കാൽ, മിൻ, മതഅം, കാലിക്കൂത്ത്, സദീഖ്. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുകയാണ്. ഓക്കെ ആണോ? ക്ലിയർ ആയി? ഞാൻ അടുത്തേക്ക് കിടക്കട്ടെ. ഇതാണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത ആ ഒരു പോയിന്റിലേക്ക് കിടക്കാം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഇതൊക്കെ ഉണ്ടോ, ഒന്ന് ഹാൻഡ് റൈസ് ആക്കണോ, അല്ലെങ്കിൽ തം ചെയ്യണം. സൂപ്പർ ആണെങ്കിൽ ഓക്കെ, ഇതിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിലെ ഒരു പൊസിഷൻ കാണാം കഴിയുമെങ്കിൽ. അതിലെല്ലാം ഉണ്ടാവും ഒരു അടയാളങ്ങൾ, അങ്ങനെ നോക്കിയാൽ കിട്ടും. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മളൊരു ഭാഷ എന്ന് പറയുന്നത് എന്താ പറയുക, പതുക്കെ 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 ഇതേ കാര്യങ്ങൾ പോയിന്റ് ഇട്ട് പഠിച്ചു പോയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങോട്ട് പോട്ടെ. ഇതിങ്ങനെ കൊടുത്താൽ മതി. ഇതിൽ നിന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൊടുത്താണില്ല, ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുത്തു പോയാൽ. ഓക്കെ ആണെങ്കിൽ അല്ലെ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ മാറ്റും. ഓക്കെ, കാര്യങ്ങളൊക്കെ മിണ്ടാതെ അധികവും മൊബൈലും വാട്സപ്പൊക്കെ ഓഫാക്കിയിട്ട് സുഖമായിട്ട് പഠിക്കു പോവല്ലേ. അതാണ് മാനേജ് ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്നോട് പോട്ടെ. ക്ലിയർ അല്ലേ? കുറെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ കുറെ പഠിക്കണ്ട. പഠിക്കുന്നത് സൂപ്പറാവണം. അഷ്റബ്, ഞാൻ വെള്ളം കുടിക്കാണ്. അഷ്റബ്, മോയ അല്ലെങ്കിൽ മായി. സൗദി അറേബ്യ ഉൾപ്പെടുന്ന കോമൺ അറബിയിൽ മോയ എന്നാണ് പറയാ. അതേ സ്ഥാനത്ത് ദുബായും ഖത്തറിലൊക്കെ മായി എന്നാണ് പറയാം. അഷ്റബ് മായി. ഈ മായിക്ക് ഒരു വിശേഷണമുണ്ട്, തണുത്തത്. അപ്പൊ എന്താ പറയാ? അഷ്റബ് മായി ബാരിദ്. ബാരിദുമായി എന്ന് പറയരുത്, മലയാളം പറയണത് തണുത്ത വെള്ളം, നല്ല വെള്ളം തണുത്തത് എന്ന വസ്തുവിന്റെ പേര് ആദ്യവും വിശേഷണം പിന്നീടുമാണ് അറബി പറയാം. അപ്പൊ എങ്ങനെ പറയാ? ഞാൻ തണുത്ത വെള്ളം കുടിക്കുന്നു. അഷ്റബ് മായി ബാരിദ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയാം ഇപ്പോൾ. അതുകൂടി കൂട്ടി കൊടുക്കുക. ജസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു പോയിന്റിൽ തന്നെ ഒന്നിൽ തന്നെ നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് സൂപ്പറായിട്ട് പഠിക്കും. ഞാൻ അഷ്റബിനൊന്നും ഇടട്ടെ, എപ്പോഴും പറയുന്ന സാധനം ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉപകാരമുള്ള സാധനമാണ്. ഓക്കെ, ദഗീക ബില്ല യാ ജമാ, മാലേഷ് ദഗീക. ഒന്നുകൂടി പറഞ്ഞത്. അഷ്റബ് കേട്ടോ, അഷ്റബ് ഞാൻ കുടിക്കുന്നു. ഞാൻ എന്താ വേണ്ടത്? മായി വെള്ളം, ബാരിദ് തണുത്തത്. അഷ്റബ് മായി ബാരിദ് ഞാൻ തണുത്ത വെള്ളം കുടിക്കുന്നു. പിന്നെന്താണ്? ഫി അഷ്റബ് മായി ബാരിദ് ഫി അല്ലെങ്കിൽ മീൻ രണ്ടു കൂട്ടാണ്. ഫി കഫതീരിയ ഓക്കെ, ഇങ്ങനെ നിങ്ങൾ എന്താക്കുക? അഷ്റബ് മായി ബാരിദ് ഫി കഫതീരിയ. അങ്ങനെ ഓരോന്നും കൂട്ടി കൊടുത്തോളി. ഓക്കെ, അത് മതി, അവിടെ നിൽക്കട്ടെ. അപ്പോൾ അഷ്റബിന്റെ ഒറ്റ സ്റ്റൈല് മതി. അപ്പൊ നമ്മൾ പഠിച്ചു അഷ്റബ് തന്നെ ഞാൻ കുടിക്കുന്നു. ആണ് പറയുമ്പോഴും പെണ്ണ് പറയുമ്പോഴും ഞാൻ കുടിക്കുകയാണ്, അതിനോ തന്നെ പറയാ കുടിക്കുന്നു, അതിലോ തന്നെയാണ് പറയാം കേട്ടോ.
ഇനി രണ്ടാമത്തെ ഞാൻ കഴിക്കുന്നു. ഞാൻ ഇതൊന്ന് സ്നാക്കറല്ല, സ്നാക്കേഴ്സ് കഴിക്കുന്നു. ഇതൊരു ബിസ്ക്കറ്റ്, ഞാൻ ബിസ്ക്കറ്റ് കഴിക്കുന്നു. ആ കുൽ ബിസ്ക്വീറ്റ്. ആ കുൽ ബിസ്ക്വീറ്റ്. അത് അറബിയിൽ തന്നെ പറയാം, ബിസ്ക്കറ്റ്. ചില ആൾക്കാരും ബാബ അന മുഷ്കില അന ഫീറോ ബെയ്റ്റ് വേൻ ബെയ്റ്റ് എന്താ ചോദിച്ചു. ആ തിരുവനന്തപുരം അല്ലെങ്കിൽ എന്താ പറയുക പത്തനംതിട്ട, അയാൾ ചെവി തന്നെ പോയിട്ടുണ്ടാവും. അയാൾക്ക് സഹിക്കാൻ കഴിയില്ല. അറബികൾക്ക് സോഫ്റ്റ് വാക്കുകൾ സഹിക്കാൻ പറ്റുള്ളൂ. കൂശി എന്ന് പറയണം കൊച്ചിക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് പത്തനംതിട്ട സാധനം ഇല്ല അവർക്ക് പറയാനുണ്ട്. ആ കുൽ ഞാൻ കഴിക്കുന്നു എന്ന്. ആ കുൽ ഞാൻ ബിരിയാണി ആണോ, ഞാൻ ബിരിയാണി അതാണ് ബിരിയാണി. ആ കുൽ ബിരിയാണി. ഓക്കെ ആണോ? ബിരിയാണി ഏത് ബിരിയാണി ഇപ്പൊ നിങ്ങൾ കഴിക്കണത്? ചിക്കന് ദജാജ് എന്നാണ്. ഏത് തമാശ ഉണ്ട്. ഒരാള് ഒരു ബക്കാലേക്ക് ജോലിക്ക് വന്നു, സൂപ്പർ മാർക്കറ്റിലേക്ക് ജോലിക്ക് വന്നു. അറബി സാധനം വാങ്ങാൻ വന്നത്, ശ്രദ്ധിച്ചോളെ, അറബി സാധനം വാങ്ങാൻ വന്നത്. അപ്പൊ പിന്നെ അയാൾ ചോദിച്ചു, യാ ഹബീബി വേന ദജാജ്. ഈ കുട്ടിക്ക് ദജാജ് പറഞ്ഞ എന്താ അറിയില്ല, പഠിച്ചിട്ടില്ല. വേൻ ദജാജ്. അപ്പൊ അയാളെ മൊത്തം നോക്കുകയാണ്, ദജാജ് മാഫിയ മാഫിയ. അതിൽ രണ്ടാമത് യാ ഹബീബി വേന ദജാജ് ലാ മാഫി. അപ്പൊ അവിടെ കോഴിമുട്ട ഉണ്ടായി. കോഴിമുട്ട എടുത്തിട്ട് പറഞ്ഞു, വേൻ ബാബ ഹാദ വേൻ മാമ. അത് മാമ ഹാദ ബാബ ഹാദ. ഇതിന്റെ ബാബ ഇതിന്റെ മാമ ഇവിടെ. ഓ ചിക്കൻ, അയ്യോ ചിക്കൻ ചിക്കൻ. അപ്പോഴാ ചിക്കൻ മനസ്സിലായി. ഇങ്ങനെ ഒപ്പിച്ചാണ് പാവപ്പെട്ട ആൾക്കാർ പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് വളരെ സൂക്ഷിച്ചുകൊണ്ട് 5 സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം. സ്റ്റെപ്പ് നമ്പർ 1, ബേസിക്കലി പ്രസന്റ് ടെൻസിലെ സ്വന്തത്തെ പറയുന്നതിന് എക്സ്പാൻഷൻ ചെയ്യുക എന്നതാണ് ബേസിക്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നും കൂടി പറയുന്നു. നെക്സ്റ്റ്, അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് ഇതൊന്നും തറയാക്കിയാലോ. അവിടെ ആ എന്ന് പറയാനുള്ള കാരണം അനയുടെ സ്ഥാനത്താണ്. നിങ്ങൾക്കറിയാം അന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ. അന ഞാൻ. ആണായാലും പെണ്ണായാലും അന ഞാൻ. ആണായാലും പെണ്ണായാലും അന ഞാൻ. ഓക്കെ, അന 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 ഞാൻ. ഓക്കെ, ഞാൻ എന്താ പറയാ? അന. ഓക്കെ, അന. ഈ അനയുടെ ആയാണ് ആദ്യാക്ഷരമായി പ്രസന്റ് ടെൻസിന്റെ ആദ്യത്തിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ കുടിക്കുന്നു എന്ന് പറയാൻ അന അഷ്റബ് പറയേണ്ടതില്ല. അറബി ഭാഷന്റെ പ്രത്യേകത അതിന്റെ പ്രൊണൗൺസുകൾ അഥവാ എന്താണ് പറയുക, മലയാളത്തിൽ സർവനാമങ്ങൾ എന്ന് പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ എന്താണ് പിന്നെ എന്ത് പ്രൊണൗൺസുകൾ എന്ന് പറയും. ഈ നമ്മൾ സർവനാമങ്ങൾ എന്ന് പറയുമല്ലോ, ഈ സാധനം അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അതല്ലാതെ അത് വേറിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അനയുടെ ആയാണത് അഷ്റബിൽ വന്നിരിക്കുന്നത് മനസ്സിലാക്കാം. ഏത് ടെൻഷൻ. ഞാൻ പോവാണ്. അറൂഹ്, ഞാൻ ഇരിക്കുന്നു. അജ്ലിസ്, ഞാൻ പറയാത്ത വാക്കാണ്. ഞാൻ കേൾക്കുന്നു. അസ്മാൻ, ഇനി അപ്പൊ ഞാൻ കേൾക്കുന്നു. അസ്മാൻ, ഞാൻ കേൾക്കുന്നില്ല. ഒരു കാര്യം ചെയ്യുക, നമ്മുടെ അറബിക് യൂണിയുടെ ഒരു പ്രധാന വിദ്യാർത്ഥികളിൽ ഒരാളായ ബഹുമാനപ്പെട്ട ഉസ്താദ് രാകേഷ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശുക്രൻ ലക യാ ഹബീബി മിന സൗദിയ. സഹീഹ്. ഒന്ന് മൈക്ക് ഓൺ ആക്കോ, ദഖീഖ്തൈൻ ബസ് യാ ഉസ്താദ് രാകേഷ്. السلام عليكم أستاذ. سلام، كيف حالك يا حبيبي؟ تمام الحمد لله بخير، وش أخبارك؟ أخاكم طيبين؟ الله يسلمك يا عزيزي. اوكي، شكرا استاذ راقيش، ما شاء الله لغة ممتازة عنده ما الحمد شاء لله، الله. شكرا. طيب، وين الحين يا سيد؟ في البيت ولا في الدوام؟ الحين في أنا بيت. أنا دوام أخذت خلاص شوية ولا ما في وقت. دوام اليوم؟ الله اليوم حتى الحين ما شغل، ما في شغل. عشان يوم الجمعة بروح ما إلى عندي مسؤول كثير. سوري بس. شوية باطن أنا بروح إلى الدوام. الحين أنا അപ്പൊ فاضي. الحين ഓക്കെ, أنا في هذا. ഒരു കാര്യം, ഒറ്റ ചോദ്യം നമ്മളിപ്പോ ഒറ്റ സെക്കൻഡ്. ഒരു ചോദ്യം എന്താണ്? ഞാൻ കേൾക്കുന്നില്ല. أنا ما أسمع. അന മാ അസ്മഅ. ഓക്കെ, ما അന മാ അസ്മഅ. ഞാൻ എക്സ്പാൻഷൻ ചെയ്യാൻ ഒന്നും കേൾക്കുന്നില്ല, തീരെ കേൾക്കുന്നില്ല. പറയാമോ? أنا ما أسمع أي شيء. ഐ ഷെയ്, മുംതാസ്. ഐ ഷെയ്. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സ്പാൻഷൻ ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ട്. അന അസ്മഅ. أنا أسمع. ഞാൻ പാട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ സൗണ്ട് കേൾക്കുന്നു. ഞാൻ സൗണ്ട് കേൾക്കുന്നു. അന മാ അസ്മഅ. നിങ്ങൾ ഓഫ് ആയിട്ടുണ്ട്. ഓക്കെ,
أنا ما أسمع صوت. أنا أوكي. ശിക്കറ ഞാൻ ഹബീബ്. ഇവിടുന്ന് ഒരു ഏകദേശം 200ഓളം ആൾക്കാരുണ്ടല്ലോ. വളരെ സന്തോഷമുണ്ട്. രാകേഷ് സാറിനെ പോലത്തെ ആ ബാച്ചൊക്കെ സൂപ്പർ ബാച്ചാണ്. അവർ നമ്മുടെ അറബിക്കിനെ പഠിച്ച് സൂപ്പർ സമയം കിട്ടുകയാണെങ്കിൽ അവസാനം ഫീഡ്ബാക്ക് എല്ലാവരും പഠിക്കാൻ വന്നവരല്ലേ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവമാണ് ഒരു അറബിന്റെ മുമ്പിൽ തെറ്റില്ലാതെ അറബി പറയാൻ സാധിക്കാന്നില്ല. മോഡുലേഷനിൽ അത്ഭുതപ്പെട്ടു പോയത്. ഓക്കെ, അപ്പം നമ്മളിതാ, ഞാൻ ഇനി വല്ലാതെ എഴുതുന്നില്ല. ഞാനൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ആ PPT തന്നെ തുറക്കാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഷൈഫീനും അഷ്റബുമായി ഞാൻ വെള്ളം കുടിക്കുന്നു. ഇനി അതിലേക്ക് എക്സ്പാൻഷൻ ചെയ്തു. അഷ്റബ് മോയ ബാരിദ്. ബാരിദ്, ചില ആൾക്കാർ ബാരിദ് മോയാണ് പറയുന്നത്, തെറ്റാണ്. അഷ്റബ് മോയ ബാരിദ്, ഞാൻ തണുത്ത വെള്ളം കുടിക്കുന്നു. അപ്പോൾ ആ മോയയിലേക്ക് ഒരു ബാരിദ് ചേർത്തു. ഓക്കെ ആണോ? ഇനി വാക്ക് മാറ്റി, മോയനെ മാറ്റിയിട്ട് കോഫി ആക്കി. നിങ്ങൾക്കറിയാം അറബി ഭാഷയിൽ ഷാഹിക്ക് പകരം, അല്ല, നാട്ടിലെ കോഫിക്ക് കോഫി തന്നെയാണ് പറയാം. അഷ്റബ് കോഫി, അഷ്റബ് കോഫി, യാ ഹബീബി അഷ്റബ് കോഫി, ഞാൻ കോഫി കുടിക്കുന്നു. ഇനി അതിലേക്ക് എന്താക്കുക? ഇപ്പൊ ജ്യൂസ്, ഒരു എക്സ്പാൻഷൻ കൂട്ടാൻ മതി. ഞാൻ ജ്യൂസിനോട് പറഞ്ഞതാ, ഞാൻ ജ്യൂസ് കുടിക്കുന്നു. അഷ്റബ് അസീർ ഐനബ്, മുന്തിരിക്ക് ഇനബ് എന്നാണ് പറയാം. ഏനബ്, അഷ്റബ് അസീർ ഏനബ്. ഇവിടെ പറഞ്ഞതാണ് അഷ്റബ് അസീർ ബുർത്തുക്കാൽ. ബുർത്തുക്കാൽ എന്നാല്, ബുർത്തുക്കാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച്. ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നു. ഇനി ഒരു വാക്കൂടെ കൂടി, മിൻ കഫറ്റീരിയ, കഫറ്റീരിയയിൽ നിന്ന് അഥവാ കോഫി ഷോപ്പിൽ നിന്ന്. അഷ്റബ് അസീർ ബുർത്തുക്കാൽ മിൻ കഫറ്റീരിയ. ഓക്കെ, അപ്പൊ ഇത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. എന്ത് പഠിച്ചു കഴിഞ്ഞു? അഷ്റബ് ഞാൻ കുടിക്കുന്നു, അഷ്റബ് ഞാൻ കുടിക്കുന്നു. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യാം, മേലത്ത് മാത്രം നോക്കി, അത് വേറൊന്നും നോക്കണ്ട. ഐ ക്യാൻ, ഐ കാണ്ട്, എനിക്ക് പറ്റും, എനിക്ക് പറ്റില്ല, അത് മാത്രം നോക്കിയാൽ മതി. മറ്റെന്തായാലും ജനറൽ ടോപ്പിക് ആയതുകൊണ്ട് അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഞാൻ ഇവിടെ എഴുതി കൊടുക്കട്ടെ. 5 പോയിന്റാണ് ഞാൻ ഇവിടെ പറഞ്ഞു. പോയിന്റ് നമ്പർ 2 ആണ് ഇനി പഠിക്കാൻ പാടില്ല. പോയിന്റ് നമ്പർ 2, അഷ്റബിനെ മാത്രം നിർത്താതെ നമ്മൾ നിർത്താവിട്ടെ. അഷ്റബിനെ മാത്രം, കാരണം എന്നിട്ട് നമുക്ക് അതിന്റെ ഫുൾ പോയിന്റിലേക്ക് പോകാം. അഷ്റബ് അസീർ, എന്താണ് പറഞ്ഞേ? അസീർ ബുർത്തുക്കാൽ. ഒരു കാര്യം ചെയ്യാം, നമ്മൾ മോയന, കാരണം എല്ലാവരും ഒരേപോലെ അറിഞ്ഞ സാധനം. അഷ്റബ് മോയ ബാരിദ്, ഞാൻ തണുത്ത വെള്ളം കുടിക്കുന്നു. ഇനി എനിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇതിന് നമ്മൾ മലയാളത്തിലാകുമ്പോൾ ആ ഒരു സാധനമേ മാറുന്നുണ്ട്, എനിക്ക് നാകുന്നുണ്ട്. ഞാനെന്ന് പറയുന്നതിന് പകരം, പക്ഷെ അറബിയിൽ അങ്ങനെ വരൂല. അറബിയിൽ മാ അഗ്ദർ എന്ന് കൂട്ടിയാൽ മതി. ഐ കാണ്ട് എന്നതിന്, എനിക്ക് പറ്റില്ല എന്നതിന് മാ അഗ്ദർ എന്നാണ് അറബി പറയാം. മാ അഗ്ദർ, മാ അഗ്ദർ. ഇപ്പൊ നിങ്ങളോട് ഒരാൾ പറഞ്ഞു, ഞാൻ ഇവിടെ ഇപ്പോൾ അറബിക് യൂണിയുടെ ഓഫീസിലുള്ളത് മെയിൻ റോഡിലാണ്. അപ്പൊ ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കുന്നതിൽ ഒരാൾ എന്തോ പറഞ്ഞു, ഇതിനാണ് ഒരു ബൈക്ക് നോക്കണമെന്ന് പറഞ്ഞു, ഇതിലൂടെ ഒരു ബൈക്ക് പോകുന്നത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയാന്ന് പറഞ്ഞു, ഒരു ബൈക്ക് പറന്നാൽ ഭൂമിക്ക് നോക്കാൻ പറ്റുമോ? ഞാനിത് മാഗ്ദുർ എനിക്ക് പറ്റൂല, പറ്റാത്തത് പറ്റൂല എന്ന് പറയും. മാഗ്ദുർ എന്താ പറയാ? മാഗ്ദുർ, അത്ര പറഞ്ഞാൽ മതി. എനിക്ക് പറ്റില്ല. മാ അഗ്ദുർ എന്നാണത്, പക്ഷെ പറയാ അഗ്ദർ എന്നാണ് കേൾക്കുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇച്ച് പറ്റൂല അറിയാം. ഞങ്ങളുടെ നാട്ടിൽ നമ്മൾ ഇച്ചെന്ന് പറയും, എനിക്കെന്ന് പറയും, പറ്റൂല എന്ന് പറയും, പറ്റൂല. അപ്പൊ ടെൻസ് ഒന്നും തെരഞ്ഞാൽ അവന് കിട്ടൂല. പക്ഷെ അതാണ് മാ അഗ്ദർ. എന്താണ് പറയാ? അവിടെയും ആ എന്ന അനയുടെ ഞാൻ എന്നതിനാണ് ആ കൂട്ടുന്നത്. നിങ്ങൾക്കറിയാം, ഈ അഗ്ദ് അഷ്റബ് എന്ന കുടിക്കുന്നു. മാ എന്നത് എന്തിനുള്ളതാണ്? നെഗറ്റീവ് വേർഷനാണ്. ലാ നെഗറ്റീവിനും മാത്രമാണ്. മാ നെഗറ്റീവിനും അല്ലാതെ ഉപയോഗിക്കുക. നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ടെൻസിന്റെ ആദ്യത്തില് മാ വന്നാൽ ഇല്ല, പറ്റില്ല, ചെയ്യില്ല എന്ന് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് നെഗറ്റീവ് ആക്കണം. അപ്പൊ മാഗ്ദുർ പറ്റില്ല, മാഗ്ദുർ പറ്റില്ല. അപ്പൊ അഷ്റബ് എന്നുള്ളടത്ത് കൂട്ടിക്കൊടുത്ത് നോക്കി. മാഗ്ദുർ പറ്റില്ല, അവിടെ നിർത്തിയോളൂ കേട്ടോ. അഷ്റബുമായി വെള്ളം കുടിക്കാൻ. ആൻ, ആൻ. ഈ അറബി ഭാഷയിൽ എന്താ പ്രത്യേകത വെച്ചാല്, സംസാര ഭാഷയിൽ പ്രത്യേകിച്ചും കുറഞ്ഞ വാക്കേ ഉള്ളൂ. ഈ ചെറിയൊരു സിമ്പിൾ ഉദാഹരണം പറയട്ടെ, വിഷയത്തിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി. ഇത് ഒരു പേനയാണ്,
ഇത് ഒരു പേനയാണ്. എന്താ ഇംഗ്ലീഷിൽ പറയാ? ദിസ് ഈസ് എ പെൻ. ഓക്കെ. എന്താ ഹിന്ദി പറയാ? യഹ് ഏക് കലം ഹേ. 4 ആയി. ഇനി മലയാളത്തിൽ പറയാം ഇത് ഒരു പേനയാണ്, അല്ലെങ്കിൽ ആകുന്നു. 4 എണ്ണായി. അറബിയിൽ 2 എണ്ണേ ഉള്ളൂ. ഹാദാ കലം. അപ്പൊ ഈസവിടെ, ഈസവിടെ, ഇതൊക്കെ പോയി. അറബി ഭാഷ അത്ര സിമ്പിളാണ്. അതുകൊണ്ട് ഹാദാ കലം, ഹാദാ ജവാൽ, ഹാദാ മോയ, ഇത്രയേ ഉള്ളൂ. ഈ സിമ്പിൾനെസ് അറബിക്ക് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. അതുകൊണ്ടാണ് മാ അഗ്ദിർ, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറയാൻ എന്തുമാത്രം മതി. ഇത് മാത്രം അറബി ഗൾഫിൽ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരു ആൻ, ചെയ്യാൻ, കുടിക്കാൻ, ഇതെങ്ങനെ പറയാൻ ചിന്തിച്ച് വിഷമിക്കുന്നതിന് ഒന്നും പറയണ്ട. 2 സെന്റൻസ് അടുക്കി വെച്ചാൽ മതി. എനിക്ക് പോകാൻ പറ്റില്ല. ഇതവിടെ അറൂഹ് പറഞ്ഞു. ഇവിടെ അറൂഹ് കണ്ടെങ്കിൽ ഞാൻ മഞ്ഞിടാൻ പോകണേ, അത് നോക്കണേ. അറൂഹ് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു. അറൂഹ് എന്ന് പറഞ്ഞാൽ പോകുന്ന. അറൂഹുൽ മാർക്കറ്റിന് എന്താ പറയാ? സൂക്ക് എന്നാണ് പറയാ. സൂക്ക്. ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അറൂഹ് സൂക്ക്. എനിക്ക് മാർക്കറ്റിലേക്ക് പോകാൻ പറ്റൂല എന്ന് പറയണം. മാഗ്ദിർ അറൂഹ് സൂക്ക് എന്നാണ് പറയേണ്ടത്. ഓക്കെ. മാഗ്ദിർ, മാ അഗ്ദുർ അറൂഹ് സൂക്ക്. ബസ് ഇത്രയേ ഉള്ളൂ. മാഗ്ദിർ അറൂഹ് സൂക്ക്. അസ്മ ഞാൻ കേൾക്കുന്നു. അസ്മ ഞാൻ കേൾക്കുന്നു. അസ്മ ഞാൻ കേൾക്കുന്നു. അസ്മ ഞാൻ കേൾക്കുന്നു. മാ അസ്മ ഞാൻ കേൾക്കുന്നില്ല. ക്ലിയർ ആണോ? ഇവിടെ മാ ചേർത്താൻ എന്താകും? സെയിം നെഗറ്റീവായി മാറും. മാ അസ്മ ഞാൻ കേൾക്കുന്നില്ല. അസ്മാനെ തന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു അസ്മാ മാ മാത്രം ചേർത്താൽ മതിയല്ലോ. മാ അസ്മ ഞാൻ കേൾക്കുന്നില്ല. ലാ അസ്മ രണ്ടും പറയാം. മാ അസ്മ ഞാൻ കേൾക്കുന്നില്ല. ഇനി മാ അഗ്ദിർ അസ്മ അങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ല എന്നാകും. അത്രയേ ഉള്ളൂ. മാ അഗ്ദുർ അസ്മ. നേരത്തെ നമ്മുടെ രാകേഷ് സാർ സൂപ്പർ വർത്താനം പറഞ്ഞു. മാ അഗ്ദുർ അസ്മ ഐഷ. ഐഷ എന്ന് പറഞ്ഞാൽ എനിത്തിങ്, ഒരു സംഗതി. ഐഷ. ഈ ഐഷന്റെ പേര് വേറൊന്നുണ്ട് പറയാം. മറ എന്ന് പറയാം. തീരെ കേൾക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഫോൺ ചെയ്യാണ്, ഹലോ ഹലോ അങ്ങനെ വിളിക്കും. ഒന്നും കേൾക്കണില്ലല്ലോ. മലയാളത്തിൽ പറഞ്ഞു. അറബി പറയും മാസ്മാൻ മറ. മറ. എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല എന്നാണെങ്കിൽ മറ എന്ന് പറഞ്ഞാൽ മതി. ഞാനൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ മറ. ഓക്കെ ആണോ? അപ്പൊ മാഗ്ദുർ എന്ന് പറഞ്ഞാൽ ഐ കാണ്ട്, എനിക്ക് പറ്റില്ല, പറ്റുന്നില്ല എന്നർത്ഥം. ഓക്കെ. ഇപ്പൊ ഒരു കാര്യം, ഒരാൾ പറഞ്ഞു ഞാൻ ബിരിയാണി കഴിക്കുകയാണ്, ഞാനിപ്പോൾ ബിരിയാണി കഴിക്കുകയാണ്, എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റില്ല, എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റില്ല. എങ്ങനെ പറയാം? മാ അഗ്ദുർ, എത്തിയാൽ മതി. മാ അഗ്ദുർ ആക്കുൽ ബിരിയാണി ദജാജ്. അത്രയേ ഉള്ളൂ. മാ അഗ്ദുർ ആക്കുൽ ബിരിയാണി ദജാജ്. എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റൂല. മാ അഗ്ദുർ ആക്കുൽ ബിരിയാണി ദജാജ്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ്. ഒരാൾ എന്നോട് ഒരു കാര്യം ചോദിച്ചു, കമ്പനിയുടെ സീക്രട്ട്. നിന്നോട് എനിക്ക് പറയാൻ പറ്റില്ല. നിന്നോട് എനിക്കത് പറയാൻ പറ്റില്ല. മാ അഗ്ദുർ അഗുൽ പറയാൻ, ലക് താങ്കളോട്, ലീ എന്നോട്, ലക് താങ്കളോട്. അത് മനസ്സിലാക്കണേ. ലീ എന്നോട്, ലക് താങ്കളോട്. അറബി ഭാഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഒരു ഞാനെന്ന് പറയാൻ അനാണ്, ഞാനെന്ന് പറയാൻ അനാണ്. എന്റേത് എന്ന് പറയാനും ചങ്ങന്മാര് അനാന്ന് പറയും. ഹാദാ ജവാൽ അന, തെറ്റാണത്. ഹാദാ ജവാലി എന്ന് പറയണം, അല്ലെങ്കിൽ ജവാൽ ഹഗ്ഗി എന്ന് പറയണം. എന്റെ മൊബൈലൂടെ വേൻ ജവാൽ അന, തെറ്റാണത്. എവിടെ നിന്റെ മൊബൈല്? വേൻ ജവാൽ ഇൻത, തെറ്റാണ്. മറിച്ചെന്ത് പറയണം? വേൻ ജവാലക് അല്ലെങ്കിൽ ജവാൽ ഹഗ്ഗക് എന്ന് പറയണ്ടേ. ഈ ഒരു കൃത്യതയാണ് അറബിക് യൂണിയനിൽ നിന്ന് കുട്ടികൾ പഠിച്ചുണ്ടാക്കുന്നത്. ക്ലിയർ ആണത്. ഓക്കെ, അത് മതി. അതിന്റെ സബ്ജക്റ്റ് അല്ലാത്തത് ഞാൻ പോവാം. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത്, ബേസിക് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്പർ 1. എന്താ സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ പഠിച്ചിരിക്കുന്നത്? മാഗ്ദുർ. മാഗ്ദുർ, മാഗ്ദുർ അറൂഹ്, പോകാൻ. അവിടെയും ആ പറയണം.
ഞാൻ എന്നതാണ് ആ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല, എനിക്കിതൊന്നും തിന്നാൻ പറ്റൂല. അനമാ ആക്കുൽ ഹാദ, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. അനമാ അഷ്റബ് ഹാദാമായി. ഓക്കെ ആണോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? രണ്ടാമത്തെ, എന്നിട്ട് നമുക്ക് PPT ഇട്ടാൽ PPTയിൽ കുറേ കാര്യങ്ങൾ വൈഡായി പറയുന്നത് കൊണ്ട് അപ്പൊ ഒന്നുകൂടി നമ്മൾ എഴുതുന്നുണ്ട്. അഷ്റബ് ആദ്യം പഠിച്ചൊന്നുകൂടി എഴുതുന്നുണ്ട്. നമ്മൾ പഠിച്ച പോയിന്റ് ആണ് അഷ്റബ്. രണ്ടാമത്തെ എന്താ പറഞ്ഞത് നമ്മൾ പഠിച്ചത്? അഷൂഫു, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അനമാ അഷൂഫ്, 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 ഞാൻ കാണുന്നു. അപ്പൊ മാഗുദുർ അഷൂഫ്, കാണാൻ പറ്റുന്നില്ല. ഇത് രസമുള്ളത് ഒരു സാധനം ചേർക്കേണ്ടതാണ്. ഞാൻ ഇംഗ്ലീഷിനേക്കാൾ സൂപ്പറാന്ന് പറഞ്ഞല്ലോ നിങ്ങള്. അതിന് ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാം. അത്ര സിമ്പിൾ ആണ്. ഇപ്പം നമ്മൾ പറയും ഡു യു, നമ്മൾ പറയും ഈസ് എന്ന് പറയുന്ന ഡു എന്നൊക്കെ ആദ്യം കൊടുത്താലേ ക്വസ്റ്റ്യൻ ആവുള്ളൂ ഇംഗ്ലീഷിൽ. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? യെസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഇവിടെ ഡു യു എന്ന് പറഞ്ഞാൽ ഡു കൊടുത്താലേ ക്വസ്റ്റ്യൻ ആവുള്ളൂ. അറബിന്റെ പ്രത്യേകത എങ്ങനെയെങ്കിൽ ഡൂം വേണ്ട, ഒത്തും വേണ്ട, ഒന്നും വേണ്ട. ഉദാഹരണം അതെന്താ പറയാം, എന്താണ് പറയാ, പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആകാണ്ടതാണ്. ചോദ്യം ഉത്തരാണ്, ആദ്യ ഉത്തരം വരെ സ്റ്റേറ്റ്മെന്റ് വരെ. ഇത് ഒരു പേനയാണ്, ഇങ്ങനെ ഉത്തരം പറയാം. ഇത് ഒരു പേനയാണ്. ഇങ്ങനെ ഹാദാ കലം. എത്ര വാക്കുണ്ടായാലൊക്കെ അറബിയിൽ ഹാദാ കലം. ഇത് ഒരു മൊബൈലാണ്, ഹാദാ ജവാൽ. ഇത്രയേ ഉള്ളൂ. ഇത് സാംസങ് ജവാല മൊബൈലാണ്, ഹാദാ ജവാൽ സാംസങ്, ഹാദാ ജവാൽ സാംസങ്. അടുത്തൊരാൾ ചോദിക്കാണ്, ഹബീബി ഇത് സാംസങ് മൊബൈൽ ആണോ? മലയാളത്തിലാണ് നോ വേണം, ഇംഗ്ലീഷാണ് ഡു വേണം, അല്ലെങ്കിൽ ഈസ് മുമ്പ് കൂട്ടണം. ഹിന്ദിയിലാണ് ക്യാ വേണം, അറബിയിൽ ഒന്നുമില്ല. ഹാദാ ജവാൽ സാംസങ്, ക്വസ്റ്റ്യൻ ഒരു ആക്ഷൻ, ക്വസ്റ്റ്യൻ ഒരു എക്സ്പ്രഷൻ, ചോദ്യമാണെന്നൊരു ഭാവം. സംസാര ഭാഷയിൽ കേട്ടോ, സാഹിത്യ ഭാഷയിൽ ഹൽ എന്ന് ചേർക്കണം, ഹൽ എന്ന് ചേർക്കണം. സംസാര ഭാഷയിൽ എന്തേ ഉള്ളൂ, എന്തേ ഉള്ളൂ, ഹാദാ ജവാൽ, ഹാദാ ജവാൽ സാംസങ്. ഉത്തരം ഹാദാ ജവാൽ സാംസങ്. അപ്പൊ ചോദ്യവും ഒന്ന് തന്നെ, ഉത്തരവും ഒന്ന് തന്നെ. അതൊരൊച്ച കേൾക്കുമ്പോൾ മാത്രം മനസ്സിലാക്കാവുന്നത്. അത്ര സിമ്പിളാണ് ഭാഷ. അതുകൊണ്ട് ഇതുപോലെയാണ്, ഒന്നും ഏറെ കൂട്ടണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ ആണോ? മാലിഷ്. അപ്പൊ നിങ്ങൾ ഇത് ആജി, ഇതിന്റെ ബാക്കി ഒന്ന് പഠിച്ചു പോകും ചെയ്യാം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നുണ്ട്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് 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 പിന്നെ ഓക്കെ പറയൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ. ചില ആളുകള് ഞാൻ ഇയാളെങ്ങനെ എന്തൊക്കെ പറയട്ടു, ഒന്നും മനസ്സിലാവില്ല എന്ന് പറയരുത്. ഇപ്പൊ നിങ്ങൾ പറയണം. സൗണ്ട് ഓഫ് ആക്കി വെച്ചതെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരു ബഹളം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടാമത് ഇതിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്കിത് പഠിച്ചു പോകാം. ഇത് പുതിയ ആളുകൾ ബുദ്ധിമുട്ടാണ്ട. പുതിയ ആളുകൾ ഒറ്റ അഷ്റബ് മൂന്നെണ്ണം പഠിച്ചോളൂ നിങ്ങൾ. അഷ്റബ് ഞാൻ കുടിക്കുന്നു, അക്കുൽ അക്കല കഴിച്ചു, ഈറ്റിംഗ് ആണ്. അക്കുൽ ഞാൻ കഴിക്കുന്നു. വേറൊന്ന് അഷൂഫ് ആക്കട്ടെ, ഞാൻ കാണുന്നു. വേറെ കഴിയുമെങ്കിൽ അസ്മാൻ കൂടി കേട്ടോളൂ. അസ്മാൻ ഞാൻ കേൾക്കുന്നു. ഇസ്മാൻ, ഈ അറബികൾ പുട്ട് തേങ്ങട്ടാരി പറയുന്നതാണ് ഇസ്മാൻ, അതാണ് അസ്മാൻ. അസ്മാൻ അപ്പൊ കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. അനമാ അഗ്ദർ അസ്മാൻ, കുടിക്കാൻ പറ്റുന്നില്ല. അനമാ അഗ്ദർ അഷ്റബ്, തിന്നാൻ പറ്റുന്നില്ല. അനമാ അഗ്ദർ അകുൽ. ഓക്കെ ആണോ? ഇനി ഇതിന്റെ സെക്കൻഡിലേക്ക് നമുക്ക് കിടക്കാം. അതിന്റെ മുമ്പ് തത്തുല്യമായ സെയിം ചില എക്സാമ്പിൾസുകൾ ഒന്ന് പരിചയപ്പെട്ടാലോ? ആജി, ജാ വന്നു, ആജി ഞാൻ വരുന്നു. ഈയിടെ നമ്മളൊക്കെ ഈജിയാ പറയാം. അനീജി സദീഖ്, അനീജി, അനീജി എന്നറിയില്ല. എന്തൊരു കഷ്ടപ്പെടും. അനീജി എന്ന് പറഞ്ഞാല് ഈജിയാണ് അവൻ വരുന്നു എന്നാ. പൊട്ടറബിയാണ് ആജി എന്ന് പറയുന്നത്. ഇപ്പൊ അറബിക്ക് ഒരു യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോയിൽ ഈജി എന്ന് പറയുന്നതേ തെറ്റാണ്, ആജി എന്ന് പറയണം. അപ്പൊ ഒരാൾ കമന്റ് ചെയ്തേക്കാണ്, ഇയാളതൊരു കാട്ടറബിയാണ്, ഞങ്ങൾ ഇത്ര കാലം അങ്ങനെയല്ലേ പറയരുന്നു. അങ്ങനെ പറഞ്ഞോളി, തെറ്റ്. അനമാ അഗ്ദുർ ആജി, അറബി ഷോർട്ടാണ്. മലയാളം പറയാണ്, ഇംഗ്ലീഷാണ് ടു യു എന്നാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഐ കാണ്ട് കം ടു യു ടുഡേ. ഈ ടു യുക്ക് വരെ കാണേ ഉള്ളൂ അറബി. എന്താ ടു യു എന്നതിന് കാണേ ഉള്ളൂ. അത് അറബി ഭാഷ. വെറും കാ കൊണ്ട് ടു യു എന്ന് പറയുന്ന വാക്കനുണ്ട്. താങ്കളുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞ മലയാളത്തിൽ എനിക്ക് എന്ന്, നിങ്ങളുടെ അടുത്തേക്ക്. ഈ സാധനം ഉണ്ടല്ലോ, ഇതിന്റെ ഒരു ക മാത്രം, ഈ കാണുക. ഈ സാധനങ്ങൾ നോക്കി നിങ്ങൾ, അറബി ഇത്ര സിമ്പിൾ ആണെന്നുള്ള തെളിവല്ലത്.
നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. നീളം തന്നെ നോക്കിയാൽ ഇത് രണ്ടും നീളം. അന അറബി വായിക്കാൻ അറിയുന്നവർ ഇങ്ങനെ വായിച്ചോളൂ, അല്ലെങ്കിൽ മംഗ്ലീഷ് വായിച്ചോളൂ. ഒക്കെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. അന മാഗ്ദിർ ആജീക് അൽയോം ടുഡേ. അൽയോം ടുഡേ, ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. ഓക്കെ, പിന്നെ വിശദീകരിച്ച് പറയേണ്ട ഒരു പോർഷനിൽ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ വിശദീകരിക്കുന്നത്. മാ ആത്തി തന്നെ തരിക. അനമാഗ്ദിർ ആത്തിക്ക് റകം ചോദിക്കുക. ഒരാൾ മൊബൈൽ നമ്പർ ചോദിക്കും, നമ്മൾ മൊബൈൽ നമ്പർ തരാൻ പറ്റൂല. മാഗ്ദിർ ആത്തിക്ക്, മാഗ്ദിർ ആത്തിക്ക്, മാഗ്ദിർ ആത്തിക്ക്, അത്ര മതി. ഓക്കെ, മാഗ്ദിർ ആത്തിക്ക് ഫുലൂസ്. ആത്തി തന്നെ കൊടുക്കുക. മലയാളത്തിൽ കൊടുക്കുക തരിക രണ്ടാണ്, അറബിയിൽ ഒന്നാണ്. ആത്തിക്ക് ഹിന്ദിയിൽ ഒന്ന് തന്നെ ഉള്ളൂ. നെഹി ദേ സക്ത, ദേദോ യാർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തന്നെ വരും. അങ്ങനെ മാഗ്ദിർ ആത്തിക്ക് ഫുലൂസ് അല്ലെങ്കിൽ ഇപ്പം പൈസ തരാൻ പറ്റൂല. അതൊന്നും എല്ലാം കൂടി പഠിക്കണ്ട. ഇത് മാത്രം നോക്കിയാൽ മതി. എന്ത് മാത്രം? മറ്റേ നമ്മൾ കൂടുതൽ പഠിച്ച കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മേറ്ററാണ്. അതുകൊണ്ടാണ് അനമാഗ്ദിർ അഷ്റബ് മൈ ബാരിദ് കലിം. എല്ലാ ദിവസവും തണുത്ത വെള്ളം കുടിക്കാൻ എന്നെ കിട്ടൂല, എനിക്ക് പറ്റൂല. എങ്ങനെ പറയാം? നിങ്ങൾ അറബി നിങ്ങൾക്ക് തണുത്ത വെള്ളം തരാം. യാ ഹബീബ് അനമാഗ്ദിർ അഷ്റബ് ബാരിദ് അശാൻ എന്ത് മുഷ്കില ഹന ഫി മുഷ്കില ഹന. എനിക്ക് ഇവിടെ പ്രശ്നമുണ്ട്. അന വേണമെന്നില്ല കേട്ടോ. പിന്നെ ഇവർ പറയുന്ന ശൈലിയാണിത്, അല്ലാണ്ട് അന പറയണ്ട. അനമാഗ്ദിർ, അനമാഗ്ദിർ അഷ്റബ്, അതിനർത്ഥം എന്താ? എനിക്ക് കുടിക്കാൻ പറ്റൂല. മാഗ്ദിർ അന വേണമെന്നില്ല, പക്ഷെ ഇവർ സംസാരിക്കുമ്പോൾ അന ചേർത്ത് പറയുന്ന ശൈലിയുണ്ട്, നിർബന്ധമല്ല. മാഗ്ദിർ അഷ്റബ്, എനിക്ക് കുടിക്കാൻ പറ്റില്ല. മായി, മായി വെള്ളം, ബാരിദ് തണുത്ത, കില്ലയോ എവരിഡേ. അപ്പോൾ ഐ കാണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ ഇൻ എവരിഡേ. എല്ലാ ദിവസവും എനിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷിൽ ഏറ്റവും ഉണ്ടാവട്ടെ, അതിന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞങ്ങൾ പഠിപ്പിക്കുന്ന അറബിയാണ്. ഓക്കെ, ഇതൊന്നും വേണ്ട, അതൊക്കെ അങ്ങോട്ട്, ഇതൊക്കെ പിന്നെ പഠിക്കാം നമുക്ക്. ഓക്കെ, ഒക്കെ പിന്നെ പഠിക്കാം. ഇനി അടുത്ത ഒന്നാമത്തെ കഴിഞ്ഞു കേട്ടോ. എന്താണ് നമ്മൾ ഫസ്റ്റ് ബേസ് പഠിച്ചു, സെക്കൻഡ് എനിക്ക് പറ്റില്ല, ഐ ക്യാൻ ഐ കോണ്ട്, രണ്ടും നമ്മൾ പഠിച്ചു. ആ രണ്ടിന്റെയും ഉപയോഗത്തെ നമ്മൾ മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കണം. ഒരാളെങ്ങളോട് ഒരു കാര്യം, ബൈക്ക് വേണം നോക്കണേന്ന് പറഞ്ഞു, ബൈക്ക് ഫോം നിലയിൽ പോകും, നോക്കാൻ കഴിയും. അനുമാനത്തിൽ ഒന്നിങ്ങോട്ട് വരണം കേട്ടോ, വരേക്ക് വരണമാണ്. മോന്റെ വരേക്ക് അന്തിക്ക് പോകാൻ പറ്റും, നമുക്ക് പറ്റൂലല്ലോ. മാഗ്ദിർ, മാഗ്ദിർ. അപ്പൊ എന്തും ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ച പറ്റൂല എന്ന് ആദ്യം പറയാൻ പഠിക്കേണ്ടത്. മാഗ്ദിർ, കുടിക്കാൻ പറ്റില്ല. മാഗ്ദിർ അഷ്റബ്, ഒരാൾ നിങ്ങളോട് ഡ്രിങ്ക്, ഒരു മോശം ഒരു പിന്നെ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു, വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു, നമുക്ക് ഭയങ്കര പ്രശ്നമല്ലേ. മാഗ്ദിർ, അനമാഗ്ദിർ അഷ്റബ് ഹാദ, ഇത് എനിക്ക് കുടിക്കാൻ പറ്റില്ല, വേറെ സംഭവം. അപ്പൊ നമ്മൾ അത് രണ്ടും പഠിച്ചു. നിന്നോട് പറയാൻ പറ്റില്ല മാഗ്ദിർ ഗുല്ലക്, നിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. മാഗ്ദിർ ആജീക്, ഈജി അല്ല, ആജീക്. ഓക്കെ, നെക്സ്റ്റ് രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. നമ്പർ 3 നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? എന്താണ് പഠിക്കുന്നത്? വേണം വേണ്ട. മലയാളത്തിൽ നംഡ നമ്മൾ പറയും. നംഡ, നംഡ, നംഡാന. ഇപ്പൊ എന്താണ് പറയേണ്ടത്? പറയണം, ചെയ്യണം, പോകണം എന്നതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് വെള്ളം കുടിക്കണം, എനിക്ക് വെള്ളം കുടിക്കണം. ഹിന്ദിയിലാണെങ്കിൽ ചാഹിയേ എന്ന് പറയും. മുझे जाना चाहिए, മുझे തോടാ പീന ചാഹിയേ. ഈ ചാഹിയേ എന്ന് പറയുന്ന സാധനമാണ് ഐ വാണ്ട് എന്ന് പറയുന്ന സാധനമാണ് അബ്ഗ എന്നത് അറബിയിൽ. അബ്ഗ കോമൺ അറബിയിൽ അബ്ഗ എന്നാണ് പറയാം. പക്ഷേ അതൊക്കെ പലയിടത്തും മാറും. ഞങ്ങളെ മലപ്പുറത്ത് തന്നെ മാണെന്നറിയും, മാണെന്നറിയും, മറ്റും വേണമെന്നറിയും. അങ്ങനെ ഓരോ സ്ഥലത്തൊരു മാറ്റമില്ലേ? ഇതുപോലെയുള്ള മാറ്റം അറബിയിലുണ്ട്. അബി എന്ന് പറയും, എബി. എമിറേറ്റ്സിൽ ഫുള്ള് എബി എന്നാണ്. അബ്ഗ എന്നതിന്റെ ഷോർട്ടാണ് എബി. അപ്പൊ എനിക്ക് വെള്ളം വേണം, അബിമായി. എനിക്ക് വെള്ളമാണ്, അബിമായി. എനിക്ക് പേന വേണം, അബിഗലം. എനിക്ക് പൈസ വേണം, അബി ഫുലൂസ്. അപ്പൊ അതാണ് അബി എന്ന് പറഞ്ഞാൽ ഐ വാണ്ട്. അത് അബ്ഗ എന്നും പറയും, അബി എന്നും പറയും. അബ്ഗ എന്നതാണ് അതിന്റെ യഥാർത്ഥ യൂസേജ്. അതിന്റെ ഒരു കൊളോക്കിയൽ സ്റ്റൈലാണ് അബി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെ ഇരീദ് എന്ന് പറയും. ഇത് മൂന്നും ഒരുപോലെ ഉപയോഗിക്കും. അബ അല്ലെങ്കിൽ അബി, അബ്ഗ, ഇരീദ്, ഇതൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഓക്കെ, മുമ്പക്ക് വേണ്ടായിരുന്നില്ലേ? മുമ്പക്ക് വേണ്ടായിരുന്നു മലയാളമാണ്. ഇതുപോലെ എന്താ അറബി ഇങ്ങനെ നോക്കണ്ട, അതിനേക്കാളും കേടുന്നത് നമ്മുടെ ഭാഷ. ഓക്കെ, വേണ്ട, മാ അബ്ഗ, മാ അബ്ഗ, മാ അബ്ഗ, വേണ്ട. നിങ്ങളൊരു സാധനം തന്നു,
പിന്നെ നിങ്ങൾക്ക് വേണ്ട അല്ല മാബ എനിക്ക് വേണ്ട മാബി മാബിയാ പറയും മാബി ഇരീദ്. അബുദാബിയിൽ ഇരീദിന്റെ ആൾക്കാരൊക്കെ അത് ഒറിജിനൽ അറബിയിൽ നല്ല ബന്ധമുള്ള ഒരു വേണം. മരീദ് 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 യുരീദു എന്നല്ല ഉരീദ് എന്നാണത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ എന്നാണത്. ആ ഞാൻ എന്ന അർത്ഥത്തിലുള്ള അനയുടെ കാൻഡിഡേറ്റ് ആണ്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് പല ഉദാഹരണമുണ്ട്. നമുക്ക് ഒരു ഉദാഹരണത്തിൽ ശ്രദ്ധിക്കാം. ഞാൻ അഷ്റബോടെ എഴുതി വെച്ച് നമ്മളെ മെയിൻ കണ്ടന്റ് അഷ്റബാണ്. അപ്പം എനിക്ക് വെള്ളം കുടിക്കണം. ഏതാ ഞാൻ നം നിറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കുടിക്കുന്നു, കുടിക്കണം. ഓക്കെ, അഷ്റബ്, മോയ, അൽഹീൻ. ദൽഹീൻ എന്ന് പറയും, അൽഹീൻ എന്ന് പറയും. അൽഹീൻ അറ്റ്നൗ, ഇപ്പോൾ എനിക്ക് വെള്ളം കുടിക്കണം. അഷ്റബ് മോയ ദൽഹീൻ, എനിക്കിപ്പോൾ വെള്ളം കുടിക്കണം. എങ്ങനെ പറയാം? അല്ലെങ്കിൽ എബി അഷ്റബ് മോയ ദൽഹീൻ. ഓക്കെ, അതാ പറഞ്ഞത്. എനിക്കിപ്പൊ പോകണം, എനിക്ക് വീട്ടിൽ പോകണം. അറൂഹ്. അപ്പൊ അറൂഹ് തന്നെ പോകുന്നു എന്നാണ്. അറൂഹ് പോകണം. എനിക്കിപ്പോ കഴിക്കണം. ആക്കുൽ കഴിക്കുന്നു. ആക്കുൽ. അബി ആക്കുൽ. അബി ആക്കുൽ. ഗദ. ഗദ എന്ന് പറഞ്ഞാൽ ഗദ എന്നാ എഴുതാം നമ്മള്. ഗദ എന്നാണ് ലഞ്ചിന് പറയാം. അബി ആക്കുൽ ഗദ. അബി ആക്കുൽ ഗദ. എക്സ്പാൻഷൻ, ഞാൻ നേരത്തെ എക്സ്പാൻഷൻ മറക്കരുത് കേട്ടോ. എക്സ്പാൻഷൻ മറക്കരുത്. ആ എക്സ്പാൻഷന്റെ കൂടെ എന്തായിരിക്കണം? അതായത് അതിലേക്ക് ഓരോ വാക്ക് നിങ്ങൾക്ക് അറിയുന്ന കൂട്ടി കൊടുക്കുക. അപ്പൊ ഒരാൾ പറഞ്ഞു അബി എനിക്ക് വേണം. ഇതവിടെ ഞാൻ ഇവിടെ കളറൊക്കെ മാറ്റുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നല്ല ശ്രദ്ധിച്ചോളി. അബി അകുൽ ഗദാ. ഇനി നിങ്ങൾക്ക് അതിക്കൊരു വാക്കൊന്ന് കൂട്ടി തന്നാളികള്. ഞങ്ങൾ ഓണാക്കി നിങ്ങൾ എല്ലാവരും പറയാണ്ടാവും. അബി അകുൽ ഗദാ. അൽഹീൻ. ദൽഹീനും പറയാം. ഇപ്പോൾ എനിക്ക് ലഞ്ച് കഴിക്കണം. ഇനി ഞാൻ പഠിക്കൂല. അബി അക്കുൽ ഗദാ ദൽഹീൻ. എവിടെ വെച്ചിട്ട് ലഞ്ച് കഴിക്കണം? ഹോട്ടലിൽ പോയിട്ട് ലഞ്ച് കഴിക്കണം എനിക്ക്. മിൻ മത്അം. എനിക്ക് ഹോട്ടലിൽ നിന്ന്. ഫ്രം നിന്ന്. മിന്നാണ്. മത്അം എന്ന് പറഞ്ഞാൽ ലഞ്ച് അല്ല ഹോട്ടൽ, സോറി, റെസ്റ്റോറന്റ്. മത്അം. ഓക്കെ, എന്ന് വലുതാക്കാം നമുക്ക്, നിങ്ങൾക്കത് പിടുത്തം കിട്ടുള്ളൂ. അപ്പൊ എന്തായി? ഈ അബി എങ്ങനെ എക്സ്പാൻഷൻ ചെയ്ത് പോവാണ്. നിങ്ങൾക്ക് ഇതൊന്നും കിട്ടാതെ. ഞാന് ഗദക്ക് പകരം ഗദ ബിരിയാണി, ഗദ സാദാ ചോറ്. സാദാ ചോറിന് എന്താ പറയാ? റൂസ് ആദി, റൂസ് ഷാബി എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ ഓരോ വാക്കും ഏറെ വെച്ചു കൊടുത്ത് നിങ്ങൾ അതിനെങ്ങനെ റബ്ബർ പോലെ കിട്ടുക. ഓക്കെ, ബി ആക്കുൽ. അപ്പോ ആക്കിൽ ബിരിയാണി എന്ന് പറയുന്നതും എബി ചേർക്കുമ്പോ കഴിക്കണം എന്നാവും. ക്ലിയർ ആയോ? അപ്പോ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ആണ് അബി എന്ന് ചേർക്കുന്നത്, അബുഗ ചേർക്കുന്നത്. വേണ്ടാന്നുള്ളത് ഐ ഡോണ്ട് വാണ്ട് എന്ന് പറയുകയാണെങ്കിൽ കലാമക്ക്. നിന്റെ ഒരു വർത്താനം എനിക്ക് കേൾക്കണ്ട. ഞാനത് പറഞ്ഞപ്പോ ഒരാളിനോട് പറഞ്ഞു ഒന്നും കൂടി പറയുമെന്ന് ചോദിച്ചു. കാരണം അത് അറബികളോട് എപ്പോഴും എനിക്ക് പറയാനുള്ളതാണ്. എന്നാ നമുക്ക് പറയുന്നാല് നിന്റെ ഒരു വർത്താനം കേൾക്കട്ട. അല്ലെ അബി എന്നാക്കാം. ദുബായിലൊക്കെ അങ്ങനെ പറയാം. അബി അസ്മ കലാം. കലാം. അത് എഴുതുമ്പോ ചെറിയ മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. കലാം. ഒരു വർത്താനം കേൾക്കണ്ട, എനിക്ക് കേൾക്കണ്ട. അപ്പൊ എന്ന് കേൾക്കുന്നില്ല, കേൾക്കേണ്ടതില്ല എന്നാണ്. ക്ലിയർ? അപ്പൊ നമ്മൾ മൂന്നാമത്തെ പഠിച്ചു. ഇനി അടുത്തേക്ക് കിടക്കട്ടെ. അപ്പൊ അഷ്റബ് അഷ്റബ്. അസ്മ അസ്മ. അറൂഹ് അറൂഹ് എന്ന് പറഞ്ഞപ്പോൾ അറൂഹൽ ബൈത്ത്. ഇപ്പൊ എനിക്ക് വീട്ടിൽ പോകണം. വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്. എങ്ങനെ പറയാ? നമ്മുടെ എഴുതട്ടെ. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ പഠിച്ചോളൂ. ഐ ഹാവ്. എന്താണ് ഗസ്റ്റിന് എന്താ പറയാ? ഗസ്റ്റിന് അറബിയിൽ ദുയൂഫ് എന്ന് പറയും. മേമാൻ എന്ന് പറയും ഇന്ത്യക്കാർ. ദുയൂഫ് ഫിൽ ബൈത്ത്.
വീട്ടിൽ വൈഫുണ്ട് വിളിക്കുന്നത്, പെട്ടെന്ന് വരും, കുറേ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, ജോലിയിലാണ്. യാ മുദീർ അസ്സലാമു അലൈക്കും, അബ്ഗാ അറൂഹൽ ഹീൻ അറൂഹൽ ബൈത്ത് അൽ ഹീൻ ഇൻദി ദുയൂഫിൽ ബൈത്ത്. സാർ എനിക്ക് ഇപ്പം ഒന്ന് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ ഗസ്റ്റുകളുണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇൻദി ദുയൂഫിൽ ബൈത്ത് അബി അറൂഹ് ബൈത്ത്. അൽ ബൈത്ത് ഒക്കെ വേണം, പക്ഷെ നിങ്ങൾ തുടക്കക്കാർ അല്ലൊക്കെ ഒഴിവാക്കിയത് എന്നാൽ വേഗം കിട്ടും. അപ്പൊ ഞാൻ പറയുന്നു, ഈ വാക്ക് 1 by 1 ആയിട്ട് നമ്മൾ പറയുന്ന ഒന്നും മനസ്സിലാവാതെ പറയരുത്. അതിങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് പറയരുത്. ഇപ്പൊ ഇതിൽ 182 ആളുകൾ, സാധാരണ 500 ആളുണ്ടാകാറുണ്ട്. ഞാൻ വിചാരിച്ചത് കുറേ ആളുകൾക്ക് മെസ്സേജ് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ കണ്ട നിങ്ങൾ 1 മണിക്കൂറായിട്ട് മാഷാ അല്ലാ ഈ 182 ആളിന്റെ കൂടെ ഇരിക്കുകയാണ്. ലോകത്ത് നല്ലത് 500 ആൾക്കാരെ നമ്മൾ പങ്കെടുക്കാറില്ല. അടക്കി കൊടുത്തിട്ട് കാര്യമില്ല. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, മനസ്സിലാകുന്നവർക്ക്. ക്ലിയർ ആണോ? ഒന്ന് തമ്മിൽ ചെയ്തോളെ. അപ്പൊ എനിക്കുണ്ട്, ദുയൂഫ് ഗസ്റ്റുകളുണ്ട്, ഫിൽ ബൈത്ത്, ഫി എന്നാണ് ഇൽ എന്നാണ്, ഫിൽ ബൈത്ത് എന്നാണ് വീട്ടിൽ, എന്തി ദുയൂഫിൽ ബൈത്ത് വീട്ടിൽ ഗസ്റ്റുകളുണ്ട്, അബി എനിക്ക് വേണം, അറൂഹ് പോകണം. അപ്പൊ കുട്ടി പറയുമ്പോ അബി അറൂഹ്, അതേപോലെ നം എന്ന് പറഞ്ഞ എനിക്ക് പോകണം, ബൈത്ത് വീട്ടിൽ പോകണം. ടു മൈ ഹോം എന്ന് പറയുന്നതിന് ബൈത്ത് മാത്രമേ ഉള്ളൂ. അത്രയും പറഞ്ഞാൽ മതി അറബിയിൽ. ഇലൽ ബൈത്ത് ഒന്നും പറയണ്ട. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ അബി എന്നുള്ളതാണ്. അതിന്റെ ചില ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്തേക്ക് കിടക്കാം. പറഞ്ഞപ്പോൾ ആൾക്കാർ പോകാൻ തുടങ്ങിയോ? അബ്ഗ അഷ്റബ് കോഫി ബൂഫി എപ്പൊ കഴിയും? അബ്ഗ എനിക്ക് വേണം, അഷ്റബ് കോഫി കോഫി കുടിക്കണം, മിൻ ബൂഫിയ ബൂഫിയയിൽ നിന്ന് കോഫി. അപ്പൊ അബ്ഗ നിങ്ങൾ എനിക്ക് നേരത്തെ ഈ അബ്ഗാണ്ട് ഒഴിവാക്കേണ്ട അർത്ഥം വെച്ചാൽ നിങ്ങൾ ഒരു മിനിറ്റ്, അബ്ഗ ഒഴിവാക്കിയിട്ട് അർത്ഥം വെച്ചാൽ നിങ്ങൾ എന്താ അബ്ഗ ഒഴിവാക്കി അർത്ഥം വെക്കുക? അഷ്റബ് കോഫി മിൻ ബൂഫിയ. അഷ്റബ് ഞാൻ കുടിക്കുന്നു, കോഫി കുടിക്കുന്നു, മിൻ നിന്ന്, ബൂഫിയ കോഫി ഷോപ്പിൽ നിന്ന്. അപ്പൊ അബ്ഗ അഷ്റബ് കോഫി എന്ന് പറയുമ്പോൾ ഞാൻ കോഫി ഷോപ്പിൽ നിന്ന് കുടിക്കണം എന്നാണ്. ഓക്കെ നോ? അടുത്തേക്ക് കിടക്കാം. ഓക്കെ, അടുത്തത് നാലാമത്തെ അല്ലെങ്കിൽ നമ്പർ 4. നാലാമത്തെ ഐ ലൈക്ക് അല്ലെങ്കിൽ ഐ ലവ്, എനിക്കിഷ്ടമാണ്. ഐ ഡോണ്ട് ലൈക്ക്, എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. അത് എങ്ങനെ പറയാം? ഉദാഹരണം, ഞാൻ വെള്ളം കുടിക്കുന്നതല്ലേ, എനിക്ക് തണുത്ത വെള്ളം കുടിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് പാൽ കോഫി കുടിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയാം. ഇപ്പൊ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിലേക്ക് പറയുമ്പോൾ പേടിക്കാനില്ല. അന മാ ഉഹിബ്ബു ജവാൽ ഐഫോൺ. ഐഫോൺ മൊബൈൽ എനിക്ക് ഇഷ്ടമല്ല, കാരണം യൂസ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അന മാ ഉഹിബ്ബു അസീർ ഇനബ്, മുന്തിരി ജ്യൂസ് എനിക്ക് ഇഷ്ടമല്ല. അന ഉഹിബ്ബു, ഐ ലൈക്ക്, അന ഉഹിബ്ബു എനിക്കിഷ്ടമാണ്, ഉഹിബ്ബു എനിക്കിഷ്ടമാണ്. അപ്പൊ ഉഹിബ്ബു എനിക്കിഷ്ടമാണ്, മാ ഉഹിബ്ബു എനിക്കിഷ്ടമല്ല. അതെല്ലാവരും ചേർത്ത് പറയാം. അപ്പൊ നിങ്ങൾ അഷ്റബിലേക്ക് കൂട്ടി നോക്കി. ഞാൻ എന്താ പറഞ്ഞിരുന്നത്? ഇവിടെ നമ്മൾ പറയാണ് അഷ്റബ് അസീർ, ഞാൻ ജ്യൂസ് കുടിക്കുന്നു. ഉഹിബ്ബു അഷ്റബ് അസീർ ഇനബ്, ഞാൻ മുന്തിരി ജ്യൂസ് കുടിക്കുന്നത് ഇഷ്ടമാണ്. ഒരിക്കലും എന്താകൂല, ഇതിന്റെ കൃത്യമായും ഒരു വാക്കും ചേർക്കാതെ, ഒന്നും ചേർക്കണ്ട. ഇങ്ങനെ ഏതെങ്കിലും ഭാഷകൾ കണ്ടോ? ചെയ്യാൻ, പറയാൻ, പോകാൻ വേണ്ട. അത് 2 ആശയങ്ങളെ 2 സെന്റൻസ് അടുക്കി വെച്ചാൽ മതി. ഓക്കെ, ഒഹിബു അപ്പൊ ഒറ്റ തന്നെ ബാക്കിയുള്ളൂ കേട്ടോ. 4 പഠിച്ചു നമ്മള്. ഒഹിബു മാ ഒഹിബു. പോട്ടെ, മുന്നോട്ട് പോട്ടെ. ഇതിൽ തന്നെ ഉണ്ടാവും. ഇതവിടെ അന മാ ഒഹിബു അഷ്റബ് കോഫി അവൽ സബാഹ്, ഏർലി മോർണിംഗിൽ കോഫി കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അന മാ ഒഹിബു അഷ്റബ് കോഫി അവൽ സബാഹ്, ഏർലി മോർണിംഗിൽ ഏറ്റവും നേരത്തെ കോഫി കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എങ്ങനെ പറയാം? മാ ഒഹിബു. അപ്പൊ അഷ്റബ് കോഫി എന്നാണ് ഞാൻ ഏർലി മോർണിംഗ് കോഫി കുടിക്കുന്നു എന്നുള്ളതിലേക്ക് മാ ഒഹിബു കയറ്റിയതാണ്. ഓക്കെ, മാഷാ അല്ലാഹ്, തുടക്കക്കാരായ ആളുകൾക്ക് വളരെ സപ്പോർട്ടീവാണ് ഈ ഒരു ആശയം. ഇതിന് താഴെ എനിക്ക് അവൽ സബാഹ് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ്. അവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, മോർണിംഗിലെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർലി മോർണിംഗ് എന്ന് പറയും.
അപ്പൊ ഐ ലൈക്ക് ടു ഡ്രിങ്ക് മിൽക്ക് ടീ ഇൻ ഏർലി മോർണിംഗ്. ഉഹിബ്ബു അശ്റബ് ഷായി ഹലീബ് അവ്വൽ സബാഹ്. ഓക്കെ, ഉഹിബ്ബു അശ്റബ് ഷായി ഹലീബ്. ഓക്കെ, രാത്രിയിൽ എനിക്ക് ബിരിയാണി കഴിക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും പറയേണ്ട ഒരു വർത്താനം അത്. രാത്രി അറബി നിങ്ങൾക്ക് മന്തി വാങ്ങി തന്നു. ഹബീബി അന മാ ഉഹിബ്ബു ആഖിൽ ബിരിയാണി ഫില്ലേൽ. അന മാ ഉഹിബ്ബു, ഐ ഡോണ്ട് ലൈക്ക്. അന മാ ഉഹിബ്ബു ആഖിൽ ബിരിയാണി. ആഖിൽ ബിരിയാണി, ടു ബിരിയാണി ഈറ്റ് നൈറ്റ് അറ്റ് നൈറ്റ്, ടു ബിരിയാണി അറ്റ് നൈറ്റ്. അപ്പോ മനസ്സിലായോ? അപ്പോൾ അടുത്തത്, അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമ്മൾ ആ വിഷയം കഴിഞ്ഞു. പിന്നെ എക്സ്ട്രാ കുറച്ച് പോയിന്റേ പറയാനുള്ളൂ. ഫിഫ്ത്ത് എന്താണ്? 5ാമത്തത് മുംകിൻ എന്നതാണ്. എന്താണ്? മേ ഐ, ചെയ്യാമോ, ചെയ്യട്ടെ, ചെയ്യല്ലേ, ചെയ്താലോ, ഇതൊക്കെ ഒന്നാ. മലയാളത്തിലെല്ലാം വേറെ. ചെയ്താലോ, ചെയ്യട്ടെ, ഞാൻ ഈ വെള്ളം ഒന്ന് കുടിച്ചോട്ടെ. നിങ്ങളെല്ലാവരുടെ മുമ്പിൽ നിൽക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് വെള്ളം കുടിക്കുക ഒട്ടും ശരിയല്ല. ഒരു സമ്മതം ചെയ്ത് ഞാൻ ഈ വെള്ളം കുടിച്ചോട്ടെ, ഞാൻ ഈ വെള്ളം കുടിച്ചോട്ടെ. മുംകിൻ അഷ്റബ് മോയ, ഇത്രയുള്ളൂ. മുംകിൻ അഷ്റബ് മോയ, മുംകിൻ അഷ്റബ് മോയ. ഞങ്ങൾ എല്ലാവരും നിൽക്കണം. സാർ ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. മുംകിൻ അറൂഹ്, മുംകിൻ അറൂഹ്. അത് അംശയും പറയും, സീറും പറയും. അതിന് വേറെയാണ്. ഓക്കെ, എൻ്റെ ജ്യൂസ് ഉണ്ട്. മുംകിൻ, മുംകിൻ അഷ്റബ് അസീർ, മുംകിൻ അഷ്റബ് അസീർ. അത്ര കുടിച്ചു തീരുള്ളത്. മുംകിൻ ലോക്കലാട്ടോ. വേറെ ആരുങ്ങള് എന്തെയാൾ ലോക്കൽ കുടിച്ചത് എന്തെങ്കിലും കിട്ടിയുള്ളൂ പറഞ്ഞതാ. നല്ല സാധനം, സൂപ്പറാണ്. മുംകിൻ അഷ്റബ് അസീർ, ഞാൻ ഇന്ന് വെള്ളം കുടിച്ചോട്ടെ, ചെയ്തോട്ടെ. ഇതാണ് സാധാരണ. ഞാനൊന്ന് വന്നോട്ടെ, ഞാനൊന്ന് കേറിക്കോട്ടെ. മുംകിൻ അദ്ഖുൽ, ഞാനൊന്ന് കേറട്ടെ എന്ന് പറയാം. അദ്ഖുൽ. മുംകിൻ ഷീൽ, മുംകിൻ അഷീൽ എന്നാണ് ഉണ്ടാവുക. ഞാനിത് എടുത്തോട്ടെ, ഞാനിത് കേൾക്കട്ടെ. അപ്പോൾ അസ്മ നമ്മൾ പറഞ്ഞാലും അസ്മ ഞാൻ കേൾക്കുന്നു. മുംകിൻ അസ്മ, ഞാനിത് എഴുത്തുണ്ടാക്കി കൊണ്ടുവന്നു, ഞാൻ നോക്കട്ടെ. മുംകിൻ അഷൂഫ്. ഈ അറബി ഭാഷയിൽ നോക്കുക, പറയുക ഒറ്റൊന്നാണ്. നോക്കുക, പറയുക ഒന്ന്. ഹിന്ദിയിൽ അങ്ങനെയാണ്. ദേഖോ യാർ, നോക്കൂ എന്നാണ്. മെനെ ദേഖ് ലിയ, ഞാൻ കണ്ടു എന്നാണ്. അപ്പൊ രണ്ടും ഒന്നാണ്. അതേപോലെ അറബിയിൽ അങ്ങനെ തന്നെ. ഷാഫ എന്നൊരു പദത്തിന് നോക്കുക എന്നർത്ഥവും കാണുക എന്നർത്ഥവും സെയിം. ഓക്കെ, ക്ലിയർ? മുംകിൻ അഷൂഫ് എന്നാണ്. അതാ നോക്കി നിങ്ങൾ, താ നോക്കി നിങ്ങൾ ഇവിടെ തന്നെ നോക്കി. മുംകിൻ അഷ്റബ് മായി, ഞാൻ വെള്ളം കുടിച്ചോട്ടെ. ലെറ്റ് മീ ഹാവ് എ വാട്ടർ, ലെറ്റ് മീ, എന്നെ അനുവദിക്കുമോ എന്നൊരർത്ഥത്തിലാണ്. അപ്പൊ നിങ്ങൾ നോക്കി, ഇംഗ്ലീഷിന്റെ സ്റ്റൈലേ മാറി, വേറെ എന്തൊക്കെയോ വന്നേക്ക്. ലെറ്റ് മീ ഹാവ് എ വാട്ടർ എന്നായി. അറബി അങ്ങനെ തന്നെയാണോ എനിക്കറിയില്ല കേട്ടോ. എന്നാൽ അറബിയിൽ എന്തായി? മുംകിൻ അഷ്റബ് മോയാണ്. അപ്പൊ ഒരു സാധനത്തെയും മാറ്റാതെ ഒരു മുംകിൻ കൊണ്ടുവന്നപ്പോൾ ആശയമേ മാറി എന്നാണ്. അപ്പോൾ ഇവിടെ 5 പ്രധാനപ്പെട്ട പോയിന്റുകളെ നമ്മൾ എത്ര സിമ്പിളായിട്ട് ഇവിടെ പറഞ്ഞു. മുംകിൻ അഷ്റബ് മോയ ബാരി, ഞാൻ തണുത്തോളം കുടിച്ചോട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. മുംകിൻ അജിർ സീനി, ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ. മുംകിൻ ആഖിൽ ഗദ മിനൽ മത്താൻ, ഞാൻ മുംകിൻ ആഖിൽ ഗദ, ഞാൻ ലഞ്ച് കഴിച്ചോട്ടെ. മുംകിൻ അജീഖ്, മുംകിൻ അജീഖ് അൽഹീൻ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. മുംകിൻ അജീഖ്, അജി ടു യു എന്നാണ് സംഭവം. ടു യുക്ക് എന്താണ്? നിങ്ങളുടെ അടുത്തേക്ക്. ഇത്ര പ്രവിശാലമായ സാധനത്തിനെ ഇവിടെ ചെറുതാക്കിയാ പറയുന്നത് അറബി. ഇത്ര വാക്കേ ഉള്ളൂ. അതിന്റെ വലിപ്പം നോക്കി അറിയാതെ. ഞാൻ നോക്കട്ടെ. മുംകിൻ അഷൂഫ്, മുംകിൻ അഷൂഫ്, മുംകിൻ അഷൂഫ്, മുംകിൻ. ഓക്കെ, ഇനി ഇതിലേക്ക് കൂട്ടാൻ ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് പറയാനുള്ളത്, ആ എന്ന് നമ്മൾ പഠിച്ചല്ലോ. ആ ആ ആ ആ എന്നാണ്. അനയാണ്, ഞാനാണ്, അതിന്റെ കാൻഡിഡേറ്റ് ആണ് ആ. എന്നാൽ നമ്മളെന്ന് പറയാൻ സാഹിത്യ അറബിയിൽ നഹ്നു എന്നും സംസാര ഭാഷയിൽ അഹ്ന എന്നും പറയും. അതിന്റെ ന ആദ്യം കൊടുത്താൽ നമ്മളൊരു ചായ കുടിച്ചാലോ, നമ്മളൊരു ചായ കുടിച്ചാലോ, ഞാനും നമ്മളുടെ ബോസ് തമ്മിൽ പോവാ, ഞങ്ങൾ എല്ലാവരും മാർക്കറ്റിൽ പോവാം. ആ സമയത്ത് ഞാൻ ബാവാ നമുക്ക് അഷ്റബ് ഷായി, ഞാൻ ചായ കുടിക്കണം, പോടാ അറിഞ്ഞു പോകണ്ട അറിയില്ലേ. സാർ നമ്മളൊരു ചായ കുടിച്ചാലോ, കൊയങ്ങിയില്ലപ്പോ നമ്മളൊരു ചായ കുടിക്കല്ലേ. നഷ്റബ് ഷാഹി. പണ്ടൊക്കെ അങ്ങനെ ചായ കുടിക്കല്ലേ. ഇപ്പൊ ആർക്കും അതിന്റെ ആവശ്യമില്ല, ഒക്കെ മൊബൈൽ നോക്കി ഇങ്ങനെ നടക്കും. ഓക്കെ, മുംകിൻ മുംകിൻ നംശി, ഞാൻ പറഞ്ഞു നമ്മൾ പോവല്ലേ.
ഞാനല്ല, നമ്മൾ. വി ലെറ്റ്സ് ഗോ. സോറി, നമ്മൾ പോലെ. നിങ്ങൾ നോക്കിയാൽ ഇവിടെ സാധനമേ മാറി. ഇംഗ്ലീഷ് അറബി സെയിം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മുംകിൻ വാഹിദ് ഒന്ന്, ഇത് മതി. ഇത് ഇനി നമ്മൾ അതിന്റെ വിശദീകരണത്തിൽ പോയപ്പോൾ നിങ്ങൾ തെറ്റും. അവസാനത്തിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നോക്കുക. അന, ഞാന്, ഇൻത അല്ലെങ്കിൽ അൻത നീ, എൻചി ലേഡിയോട് നീ, അഹ്ന നമ്മള്. അപ്പൊ അന അഗ്ദുർ എനിക്ക് പറ്റും, അന മാഗ്ദുർ എനിക്ക് പറ്റില്ല. അന വേണ്ട അവിടെ, പക്ഷെ അങ്ങനെ അതിനൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു. ഇനി താങ്കൾക്ക് പറയാം ചെകുത്തർ മാത്രം നമ്മൾ പഠിച്ചിട്ടില്ല, അത് നമുക്ക് പിന്നീട് പറയാം. നംഷി, ഓക്കെ, അത് മതി. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. ഇത്ര കുറെ പഠിച്ചാൽ നിങ്ങൾക്ക് ബിരുദാനന്തര ബിരുദം കിട്ടും, പിന്നെ എടുക്കാം. ശുക്രാൻ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? മനസ്സിലായോ? ഒന്ന് ആക്ട് ചെയ്യും. ജീവിതത്തിൽ ചില വാക്കുകൾ പറയാൻ, ചെയ്യാൻ, പോകാൻ, ഇതിന് അറബിക്ക് വാക്കന്നെ വേണ്ടെന്നാ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഓക്കെ, ശുക്രൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. മുദീർ വരാൻ പറഞ്ഞു. അപ്പൊ പുറത്തൊരാൾ ഇരിക്കുന്നുണ്ട്. മുദീർ നിങ്ങളോട് വരാൻ പറഞ്ഞു. പഠിച്ചവനെ എന്താ പറയല്? എനിക്കറിയില്ല. എന്ന് വാക്ക് ചേർക്കണ്ട. ഗാൽ മുദീർ. പിന്നെ ആൾക്കറിയാലോ, പഴയ ആൾക്കാരോട് പറയുന്നത്. സോറി, ഗാൽ മുദീർ. ഗാൽ എന്ന് പറഞ്ഞു, മുദാനജ് പറഞ്ഞു. വരാൻ പറഞ്ഞു. അല്ലെ ഖലീജി എന്ന് പറഞ്ഞൊരു ക്ലിയർ ആയി. ഖലീജി എന്ന് വേറെ. അപ്പൊ ഇവിടെ മുദീർ നിങ്ങളത് കുടിക്കാൻ പറഞ്ഞു. ഗാൽ മുദീർ ഇഷ്റബഹാദ, അത് മതി. അല്ലെങ്കിൽ അവിടെ എന്നതിന് എന്താക്കേണ്ടതില്ല. സംസാര ഭാഷയിൽ, ഈ അറബി സാഹിത്യ ഭാഷയിൽ അൻ എന്നതുണ്ട്, വേറെ ചില ഉപയോഗങ്ങളുണ്ട് അൻ എന്ന് പറയും. പക്ഷെ ഈ ഇംഗ്ലീഷിലെ പോലെ അറബിയിലെ അന്നാണ്. ഗാലി അൻസഫാലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മലയാളികളാണ് അറബികളുടെ ഒരു സെറ്റിങ്സിൽ കൂടിയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. കാരണം അറബിയിൽ അൻ എന്നാണ് ഈ ആനുള്ളതിനുള്ളത്. സാഹിത്യ അറബിയിൽ, സംസാര ഭാഷയിൽ അത് ചേർക്കാറേ ഇല്ല കേട്ടോ. അപ്പൊ പലതും എന്തുണ്ട്, നമ്മളെയും കൂടി കൈകടത്തലിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ ഒരു മുംകിനുണ്ട്. ജസ്റ്റ് ഒരു ഉപയോഗം കൂടി നമുക്ക് പറഞ്ഞിട്ട് പോകാം. ഇപ്പൊ നമ്മൾ 5 പൊസിഷൻ നമ്മൾ പഠിച്ചത്. ആദ്യമായി നിങ്ങളോട് ഫസ്റ്റ് ലെവലിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു വാക്ക് കിട്ടാൻ, ഞാനിപ്പം നിങ്ങൾ ചെയ്ത പണി കേൾക്കണം. നിന്റെ കൺമുമ്പിൽ ഒന്നിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട്, ഇതിൽ വെള്ളമുണ്ട്, ഇത് തണുത്ത വെള്ളമാണ്. മൂന്നാമത്തേത് ഒരു ജ്യൂസാണ്, ജ്യൂസിന്റെ ബോട്ടിൽ ഇവിടെ ഉണ്ട്. നാലാമത്തെ ഒരു മൊബൈലാണ്, സാംസങ് ആണ്. അടുത്തൊരു ബിസ്ക്കറ്റിന്റെ കൂടുണ്ട്, പിന്നെ ഒരു പേനയുണ്ട്. ഇതിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോടൊക്കെ പറയാറുള്ളത്, 5 വർഷമായി നമ്മളിങ്ങനെ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ കൺമുമ്പിലുള്ള വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ പഠിക്കണം. അവിടെ നിന്ന് നിങ്ങൾ ഭാഷ തുടങ്ങണം. അതിനെ നിങ്ങൾ ക്രമീകരിച്ച് ഒരു വാക്ക് പഠിച്ച് അടുത്തത് വാക്ക് കൂട്ടി. വെള്ളം മാത്രം പഠിക്കുക, തണുത്ത വെള്ളം എന്ന് പഠിക്കുക. തണുത്ത വെള്ളം എന്ന് പഠിച്ചു, അപ്പൊ എന്തായി? ഞാൻ കുടിക്കുന്നു തണുത്ത വെള്ളം. ഇങ്ങനെ എക്സ്പാൻഷൻ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകുക. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുക ഒന്നും അറിയാതെ വേറെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഭാഷ എത്തൂല. ഓക്കെ, جزاكم الله خير. شكرا لحسن استماعكم ونتواصل معكم يا جماعة الخير. اللغة هي الثقافة. ഭാഷ ഒരു കൾച്ചറാണ്. ആ നാറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെ പറയുന്നത് അതാണ്. അതല്ലാതെ സാഹിത്യ പുസ്തകങ്ങളിൽ നിന്ന് കടമെടുത്തതോ AI തരുന്നതോ അല്ല സംസാര ഭാഷ. ശുക്രൻ. അപ്പൊ ഞാൻ മുംകിന്റെ പറഞ്ഞു കേട്ടോ. ജസ്റ്റ് മുംകിന്റെ 2 മിനിറ്റ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ മുംകിൻ ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള ഒരു സാധനം. മുംകിൻ മുംകിൻ 2 തരം മുംകിനുണ്ട്. ഒന്ന് മേബി എന്നുള്ളത്, അതല്ല ചർച്ച. മുംകിൻ മുംകിൻ മാഫി, മഴ ഉണ്ടാവും ഇല്ലാതിരിക്കും, അതല്ല നമ്മുടെ ചർച്ച. സാധിക്കുമോ, ചെയ്താലോ, ചെയ്യാൻ പറ്റുമോ, ചെയ്യട്ടെ എന്ന പല മലയാളത്തിന്റെ ആംഗിളുകളും ഒറ്റൊരു മുംകിൻ കൊടുത്തിരും. മുംകിൻ ഞാനൊന്ന് ഒരാൾ പറയാം, ടോയ്ലറ്റ് അർജന്റാണ്, ഒരു 10-20 ആള് ക്യൂ നിൽക്കുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റൂ? സരി, കാരണം മുഷ്കില വിടൂല കേട്ടോ. ഇനി എന്താക്കിയാലും പറ്റില്ല, നിങ്ങൾ ഉള്ളിലേക്ക് വിടൂല. അപ്പൊ എന്താ പറയണ്ടേ? മാലേഷ്യാമി മുംകിൻ ഓരോരുത്തരും സമ്മതം ജയിച്ചിട്ട് വേണേ അവിടെ എത്താം. ഒരു മുംകിൻ മാത്രം മതി.
ഒരാൾ പേന ചോദിക്കാണ്, യാ ഹബീബി മുംകിൻ കലം, മുംകിൻ കലം. ഒരാൾക്ക് അത് സാധനം മുംകിൻ ഷോയ. അപ്പൊ ഇത്ര ചെറിയ പദങ്ങളിലൂടെ ആശയം പഠിക്കുക. ഓക്കെ. فأرجوكم يا إخواني وأخواتي اللغة هي الثقافة. أول شيء يكون عندنا ضيف العزيز أستاذ نزار، ما شاء الله تبارك. أول مرة أشوفك أنت ما في سوق سيارة، جالس في البيت. وش صار يا حبيبي؟ افتح المايك بالله. السلام عليكم. حياك الله حبيبي. عليه السلام. مساء طيب الخير أنت يا استاذ. الله يسلم. ايش اللي مساكم طيب، ايش في اخبارك؟ البيت؟ سيارات؟ لا والله اليوم انا تو جي من مدينه، دحين خلاص سلمت زياره يعني بالقاهره اطلع البيت. الحمد لله اليوم شبعان يعني. لا اليوم والله شبعان. شبعان. اي خلاص اوكي. ايش جزاك الله اخبارك خير. استاذ؟ كيف طلاب جديده كيفكم؟ ما شاء الله ما شاء الله. الحين عندنا مكتب جديد وطلاب يا جديد. اي ما ان شاء شاء الله الله انا خير. ان شاء الله قريب اقابلك ان شاء الله البطناوره. طيب ممكن بعد شهر وصلت ان ولا شاء الله وصلت انزل البيت ولا اجازه كيف؟ واجي لك. ضروري والله ضروري انه اقابلك ان شاء الله. متى تيجي يا حبيبي؟ ما شاء الله مبروك. ما قصرتك استاذ، هذا اللي حاجه مهم عندكم لغه العربيه والله. الحمد لله. هذا دحين الحمد اتكلم لله. معاه مشان عربيوني والله. ما الله قصرتك يحييك يا والله. حبيبي. الله يحييك يا حبيبي. الله يحفظك الجميع يا عيال يا اخوان. شوف انا كيف نتكلم عربي عشان هذا استاذ سيد وعادل والثاني ما شاء الله ممتاز. استاذ. وانا فتره قصرت ليه؟ شو فتره اسمه شويه لا؟ ما استخدمته عشان شويه مشغوله. ان شاء حياك الله الله يا اشوف حبيبي. لك مستقبل ان شاء الله. يا أستاذ نزار، أنت تعلمت زي كذا الكلمات وتتكلم مع العرب، يعني من عندك حسبت من عندك. عندنا. اي والله صادق. من عندك. من وين الحمد كلمك؟ لله. من عندك. الحمد لله. تعليم والله منك والله. نحن فخورين بأمثالكم يا حبيبي. الله يرضى عليك. اكيد يا استاذ اكيد. هذا اللي عربيوني والله قسما بالله. اي أيوة. واحد يبغى ഒരു يتكلم معايا شوف ഒരു സെക്കൻഡ്. هذا الاستاذ. സാധാരണക്കാരായ കുറച്ച് هذا ആൾക്കാർ ഇവിടെ കൂടെ ഉണ്ട്. افضل حاجه عربيوني والله. മാലേഷ്യ ഉസ്താദ് നിസാർ, നമ്മുടെ അടുത്ത് സാധാരണക്കാരെ കുറെ ആൾക്കാരുണ്ട്, അവർക്ക് പറയാൻ നിൽപ്പിടുന്നില്ല. അതുകൊണ്ട് പറയാണിത്. ഉസ്താദ് നിസാർ നമ്മുടെ അതുകൊണ്ട് ഞാനിപ്പോ അറബി ഉസ്താദിനോട് സംസാരിക്കാൻ കാരണം ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്. ഈ ഇരിക്കുന്നത് പോലെ ഇരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ ഇവര് കേട്ടിരിക്കുന്ന മാതിരി 2-3 വർഷങ്ങൾക്ക് മുന്നേ ഖബൽ സലാത്ത് അർബസന അതുകൊണ്ട് അത് തന്നെ ആ കണ്ടിരുന്നതിന്റെ ഒരു മെച്ചമാണ് ഈ കാണുന്നത്. ഓക്കെ. ഇപ്പൊ ചില സമയത്ത് നിങ്ങളുടെ വർക്കിലേക്ക് ഇതിന്റെ എന്താണ് ഇതിന്റെ ഗുണം കിട്ടിയത്? ജസ്റ്റ് ഒന്ന് പറയാൻ ഈ ഗുണം എന്ന് പറഞ്ഞാല് ഞാൻ ഇന്നലെ അറബി സംസാരിച്ചപ്പോ സൗദി വരെ انت من وين يا ابن حلال؟ انت سعودي ولا عربي ولا ايه؟ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദിയാണ്. അതില് والله صدمت عليك. ഞാൻ ഞെട്ടിപ്പോയി. ഹിന്ദി تتكلم عربي؟ അപ്പൊ ഞാൻ പറഞ്ഞു والله انا اتكلم عندنا لغه هنا وانا اصلا جنوب الهند من كيرلا. അതിലവർക്ക് മറ ഫർഹാനായിട്ടോ ജനൂബിൽ ഹിന്ദ് കേരള എന്ന് പറഞ്ഞപ്പോ യാ കേരള والله اقول كذا. നിങ്ങൾക്ക് കേരളക്കാർക്ക് ബുദ്ധിയുണ്ട്. ഏതായിരുന്നാലും വളരെ സന്തോഷം. ഞാൻ കുറച്ചായിട്ട് ഉസ്താദ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ട്രിപ്പിന്റെ തിരക്കുകൊണ്ട്. ഇനി കുറച്ച് മുന്നോട്ട് ഇൻഷാല്ല എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാവും ഇൻഷാല്ല. അപ്പൊ എല്ലാവരോടും കുറെ ആൾക്കാർ ക്ലാസ് എല്ലാവരോടും പറയാനുള്ള ഈ സാറിന് തന്നെ ഞാനിത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, യാദൃശ്യമായിട്ട് വന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറബി പഠിക്കണമെങ്കിൽ ചെറുതായ ഫീസിൽ നല്ല പരിപൂർണ ശുദ്ധമായ അറബി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. പക്ഷെ അതിന് പഠിക്കണം നമ്മളും കൂടെ മനസ്സ് വെക്കണം. ഒരു പേനയും ഒരു പെൻസിലും ഒരു ബുക്കും എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം സാറ് പറഞ്ഞത് കേട്ടാൽ അത് നമ്മളെ കൂട്ടുകാരോട് തന്നെ സംസാരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഈ സാറ് പറഞ്ഞില്ലേ മുംകിനും അല്ലെങ്കിൽ ഞാൻ വരട്ടെ പോകട്ടെ എന്ന്, നമ്മളെ കൂട്ടുകാരോട് തന്നെ നമുക്ക് സംസാരിക്കാം, തൊട്ടടുത്തുള്ളവരോട്. അങ്ങനെ ജറബാക്കൽ ഇൻഷാല്ല എന്തും മിസൽ അന ഇൻഷാല്ല. ഞാൻ അടുത്ത മാസം വരാനുള്ള ഒരു പരിപാടി ഉണ്ട്. വരികയാണെങ്കിൽ ഇൻഷാല്ല അജി കാന്തക്കും ഇൻഷാല്ല. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരു 2 മിനിറ്റ് ഒരു മിനിറ്റ് സമയം മാത്രം. ഉസ്താദ് രാകേഷ് നമ്മുടെ ഏറ്റവും ഇപ്പോ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളാണ്.
നന്നായി എഫേർട്ട് എടുത്ത് പഠിച്ച് റിയാദിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഉസ്താദ് രാകേഷ്. ഒരു ഭാഷയും ആർക്കും അസ്സലാമലൈക്കും. മനസ്സിലാകുന്നതിന് ഏറ്റവും തെളിവാണ് അദ്ദേഹം കഴിവുണ്ടാക്കിയെടുത്തത്. كيف حالك يا حبيبي؟ عساك طيب. അൽഹംദുലില്ലാ അന ബിഖൈർ ഉസ്താദ്. ഞാനും ഇവരോടൊക്കെ غدا പറയാനുള്ളത് خلاص ايش എന്താന്ന് كان പറഞ്ഞാൽ, عندكم غدا اليوم؟ ഞാനും ഇവരോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ തമിഴാണ്, പക്ഷെ എനിക്ക് കുറച്ച് മലയാളം കുറച്ച് അറിയുന്നത് കൊണ്ട് ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത് വെച്ച് ഞാൻ അറബി പഠിച്ചു. അറബി ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 100% അല്ല, പക്ഷെ ആണ് അത്കല്ലം അറബി. انا اقدر اتكلم، انا ഇവരോടൊപ്പം انا اقدر اتكلم. ഇവരോടൊപ്പം ഞാൻ പറയുന്നത് എന്താണ്, ഒരു തമിഴ് ഒരു മലയാളി പഠിപ്പിക്കുന്ന ഈ അറബി ഭാഷയെ പഠിച്ച് ഇത്രയ്ക്കും എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇവരോടൊപ്പം ഞാൻ ഇരുന്നതാണ് വെള്ളിയാഴ്ച. അപ്പോൾ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷമാണ് എനിക്ക് നന്നായിട്ട് അറബി സംസാരിക്കാൻ ഇപ്പൊ പറ്റുന്നത്. അതാണ്. ശുക്രൻ ലക്ക് യാ ഉസ്താദി മാ ഗസ്സർത്ത്. ഇവരുടെയൊക്കെ ഞാൻ കട്ട് ചെയ്യാണ്. ഓക്കെ, ശുക്രൻ ലക്ക് മാ ഗസ്സർത്ത് വല്ലാഹ്. ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പൊ നിസാർ സാബ് ആവട്ടെ, അദ്ദേഹം ടാക്സി ഓടിക്കുമ്പോഴും ഇപ്പൊ രാകേഷ് ആവട്ടെ, കുറെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ട്. എന്താ ഗുണം എന്ന് വെച്ചാല്, നമ്മള് ഒരു സിലബസിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു ഫീലിസാനിക്കും അറബികൾ പറയുന്ന ഒരു വാക്കാണ്. ഏതൊരു ഭാഷ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിലും സ്പാനിഷ് പഠിക്കുകയാണെങ്കിലും ഒക്കെ റത്തബൻ ഫീലിസാനിക്കും നാവിൽ ഡ്രൈ ആവാതെ നോക്കണം. ഈ നാവുമക്ക് ഈ സാധനം ഇങ്ങനെ അറിയാതെ ഉറ്റു വീണെങ്കിൽ അവിടെ ഒരു എന്ത് കിട്ടണം, അവിടെ നനഞ്ഞിരിക്കണം. എപ്പോഴും റത്തബൻ നനവുണ്ടാവാൻ, അപ്പോഴാണ് ഈ സാധനം മൈൻഡിൽ നിന്ന് ഇറങ്ങി വരുള്ളൂ. അല്ലാതെ നമ്മൾ വലിയ വൊക്കാബുലറി പഠിച്ചു വെച്ചതൊന്നും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും പറയുന്ന അർജുക്കും ഇഖ്വാനി വഖ്വാത്തി ഇൻതും മുൻഗമിസീൻ ഫിൽ ലുഗത്തിൽ അറബിയ്യ. അറബി ഭാഷയിൽ മുങ്ങിക്കുളിക്കണം. മുൻഗമിസ് അങ്ങനെയാ പറയാറുള്ളത്. അറബി അറബി ഭാഷയോടൊപ്പം ജീവിക്കണം. പണ്ട് കൊറോണയെ നമ്മൾ സ്വീകരിച്ച അങ്ങനെയായിരുന്നു, ലിവിങ് വിത്ത് കൊറോണ ആണ്. അങ്ങനെയല്ലാതെ നമ്മൾ മാറ്റി നിർത്തിയാൽ ഈ സാധനത്തെ നമ്മൾ എന്താക്കൂല, ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലുഗ ഖുവ, ഭാഷ പവറാണ്. ലുഗ കൻസുൻ സാഹിബായനമയക്കൂൻ, എങ്ങോട്ട് പോകുമ്പോഴും കൂടെ ഉണ്ടാകുന്ന നിധിശേഖരമാണ്. അപ്പം എല്ലാവരോടും സാമിഹൂനി ഇഖ്വാനി തഅഖർന ശോയ ഫർജൂക്കും ഇഖ്വാനി അഖ്വാത്തി മുസ്തമിരീൻ വശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും മഅനാ വമഅ അസ്സലാമ.